ഹലോ തേർഡ് ഇയേഴ്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളുടെ പഠിക്കാനുള്ള നമ്മുടെ ടോപ്പിക്ക് സ്ലീപ്പ് ഡിസോർഡേഴ്സ് ആണ്. ഓക്കെ, സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. നമ്മളെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ 1/3 ഭാഗം ഉറങ്ങി തീർക്കുന്നവരാണ് അല്ലേ. ഉറക്കത്തിന് വേണ്ടി തന്നിരിക്കുന്ന ഭാഗം 8 hours ഉറങ്ങണമെന്നല്ലേ. അപ്പം 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ 8 hours നമ്മൾ സ്ലീപ്പിന് ഉപയോഗിക്കുന്നു. അപ്പോൾ അത് ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനയൊക്കെയാണ്. പക്ഷേ അതിൽ ചില അബ്നോർമാലിറ്റീസ് ഉണ്ടാകാം. പലരും പല അബ്നോർമാലിറ്റീസ് കാണിക്കാം. പിന്നെ ചില രോഗത്തിൻ്റെ ലക്ഷണമായിട്ടൊക്കെ സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാകാം. ഫിസിക്കൽ ഇൽനെസ്സിൻ്റെയും സൈക്യാട്രിക് ഇൽനെസ്സിൻ്റെയും ഒക്കെ ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് സ്ലീപ്പ് ഡിസോർഡറിനെ പറ്റി നന്നായിട്ട് അറിയണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കാനാണ് മെയിൻ ഉദ്ദേശിക്കുന്നത്. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് സ്ലീപ്പ്, അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ദെൻ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്ലീപ്പ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ അതിനകത്ത് സ്ലീപ്പ് ഈസ് എ നോർമൽ ന്യൂറോ ഫിസിയോളജിക്കൽ ഫിനോമിനൻ. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ന്യൂറോ ഫിസിയോളജിക്കൽ ഫിനോമിനൻ. ഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ ബോഡിയിൽ നോർമലായിട്ട് സംഭവിക്കുന്ന എല്ലാ ഫിനോമിനയും നമ്മൾ ഫിസിയോളജിക്കൽ ഫിനോമിന എന്ന് പറയും. അത് മെയിൻലി ന്യൂറോളജിക്കുമായിട്ട് കൂടുതൽ അഫിലിയേഷനും കൂടുതൽ അഫെക്ഷനും ഉണ്ട് ഈ ഒരു ഫിനോമിന. അതുകൊണ്ടാണ് ഞാൻ ന്യൂറോ ഫിസിയോളജിക്കൽ ഫിനോമിന എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് നോർമൽ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ഡ്യൂറിങ് വിച്ച് ദ ബോഡി റെസ്റ്റ്. അതായത് ഇതിനെ സിംപ്ലി ഡിഫൈൻ ചെയ്താൽ ഇറ്റ് ഈസ് എ നോർമൽ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്. നോർമൽ സ്റ്റേറ്റ് ആണ് സ്ലീപ്പ് എന്ന് പറയുന്നത്, അത് അബ്നോർമൽ സ്റ്റേറ്റേ അല്ല. എല്ലാവരും ഉറങ്ങുന്നതാണല്ലോ. അപ്പോൾ ഇറ്റ് ഈസ് എ നോർമൽ ഫിസിയോളജിക്കൽ പ്രോസസ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് എ നോർമൽ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അന്നേരം നമുക്ക് നമ്മുടെ കോൺഷ്യസ്നെസ് അതിനെ പ്രവർത്തിക്കുന്നില്ല ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ അൺകോൺഷ്യസ് അല്ലെന്ന് ഓർക്കണം. നമ്മുടെ കോൺഷ്യസ്നെസ് പ്രവർത്തിക്കാത്ത ഒരവസ്ഥ, താൽക്കാലികമായിട്ട് പ്രവർത്തിക്കാത്ത ഒരവസ്ഥയാണ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ. ഡ്യൂറിങ് വിച്ച് ദ ബോഡി ഈസ് ടേക്കിംഗ് റെസ്റ്റ് അല്ലേ. ബോഡിയുടെ ഡിഫറെൻറ്റ് സിസ്റ്റം റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ്. അതൊരു നോർമൽ ഫിനോമിനയാണ്. ആൻഡ് ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്. ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് അല്ലാതെ ഒരിക്കലും അത് അൺകോൺഷ്യസ് സ്റ്റേജൊന്നും അല്ല. അൺകോൺഷ്യസ് സ്റ്റേജുള്ളവരെ നമുക്ക് വിളിച്ചുണർത്താനൊന്നും പറ്റത്തില്ല. അതേസമയം സ്ലീപ്പ് എന്ന് പറയുന്നത് ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സ്റ്റേറ്റാണ്, അൺകോൺഷ്യസ്നെസ് ആണ്. അത് നമുക്ക് അവരെ വിളിച്ചുണർത്താൻ പറ്റും, അല്ലെങ്കിൽ അത് നോർമൽസിയിലേക്ക് വരും. തന്നെയല്ല, ഈ സമയത്ത് ബോഡി റെസ്റ്റ് എടുക്കുന്ന സമയം കൂടെയാണ്. മനസ്സിലായി? നമുക്ക് ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ പറ്റുമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് എ ട്രാൻസിഷണൽ സ്റ്റേജ് ഇറ്റ് ഈസ് എ short term period, and also it can be altered level of consciousness which can come to normal if the person if we want to take back. Okay, പിന്നെ characterized by decreased responsiveness to the environment. ആ സമയത്ത് ഉറങ്ങുന്ന സമയത്ത് ആ വ്യക്തിക്ക് എൻവയൺമെൻറ്റുമായിട്ട് പ്രതികരിക്കത്തില്ല. എൻവയൺമെൻറ്റിനോട് പ്രതികരിക്കാത്ത താൽക്കാലികമായ ബ്രെയിനിൻ്റെ മനസ്സിൻ്റെയൊക്കെ ഒരു അവസ്ഥയ്ക്കാണ് നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്നത് അല്ലേ. ആ അവസ്ഥ നമുക്ക് നോർമൽസിയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ അല്ലെങ്കിൽ മാറ്റിയെടുക്കാൻ സാധിക്കും. അതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. അതൊരു നോർമൽ സ്റ്റേജാണ്. അതിനകത്ത് മെയിൻലി ഇൻവോൾവ് ചെയ്യുന്ന സിസ്റ്റം ന്യൂറോ ഫിസിയോളജിക്കൽ ഫിനോമിനയുമാണ്. ഓക്കെ, അതാണ്. അപ്പോൾ നമ്മൾ അബ്നോർമാലിറ്റീസ് ഓഫ് സ്ലീപ്പ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ വാട്ട് യു മീൻ ബൈ സ്ലീപ്പ് എന്നുള്ളത് ആദ്യം അറിയണമല്ലോ. എങ്കിൽ മാത്രമേ അതെങ്ങനെ ഡീവിയേറ്റഡ് ആയിട്ട് പോകുന്നു എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാകണമെങ്കിൽ വാട്ട് ഈസ് എ നോർമൽ ഫാക്ട് എന്നറിയണം. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. ഓക്കെ, പിന്നെ പേഴ്സൺ ക്യാൻ ബി എറൗസ്ഡ് ഫ്രം ഇറ്റ് ബൈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ അല്ലേ. നമ്മൾ ഉറങ്ങുന്ന ഒരാളിനെ നമ്മൾ തല്ലി ഉണർത്താൻ പറ്റും. അല്ലെങ്കിൽ ഒരു പെയിൻഫുൾ സ്റ്റിമുലൈ ഒക്കെ കൊടുത്തു കഴിഞ്ഞാലൊക്കെ അയാൾ ഉണരും, അല്ലെങ്കിൽ ഒന്ന് തട്ടി വിളിച്ചാൽ മതി. അതുകൊണ്ടാണ് പറയുന്നത് പേഴ്സൺ ക്യാൻ ബി എറൗസ്ഡ് ഫ്രം ഇറ്റ് ബൈ എക്സ്റ്റേണൽ സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ഓക്കെ, ശബ്ദം കേട്ടാൽ ഉണരുന്നവരുണ്ട് അല്ലേ, മ്യൂസിക് കേട്ടാൽ ഉണരുന്നവരുണ്ട്, ഒന്ന് ടച്ച് ചെയ്താൽ ഉറങ്ങുന്നവരുണ്ട്. ചിലപ്പോൾ നമ്മൾ ഒരു കിടക്കുന്ന റൂമിൽ ചെന്നൊന്ന് ലൈറ്റ് ഓൺ ചെയ്താൽ ഉണരുന്നവരുണ്ട്. അപ്പോൾ അതെല്ലാം എക്സ്റ്റേണൽ സ്റ്റിമുലയോടുള്ള റെസ്പോൺസാണ്. അതുകൊണ്ടാണ് എക്സ്റ്റേണൽ സ്റ്റിമുലൈ കൊണ്ട് ഉറക്കത്തെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി നമുക്ക് എന്താണ് ഈ ഉറക്കം എന്നൊന്നുകൂടെ അതിൻ്റെ മീനിങ് നോക്കാം. സ്ലീപ്പ് ഡിസോർഡർ ഇസ് ഡിഫൈൻഡ് ആസ് a disruption of sleep time that cause discomfort or interfere with the desired life cycle. അതായത് സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എ ഡിസ്ട്രപ്ഷൻ ഓഫ് സ്ലീപ്പ്. അതായത് ഉറക്കത്തിൽ വരുന്ന ഒരു ഡിസ്ട്രപ്ഷൻ ഓഫ് സ്ലീപ്പ് ടൈം ദാറ്റ് കോസ് discomfort
ഓർ ഇൻ്റർഫിയേഴ്സ് വിത്ത് ഡിസൈഡ് ലൈഫ് സൈക്കിൾ. അതായത് ഒരു വ്യക്തിയുടെ ഡെയിലി ജീവിതത്തിന് അത് ഇൻ്റർഫിയറൻസ് വരുത്തത്തക്കവണ്ണം ഒരു സ്ലീപ്പിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുവാണെങ്കിലാണ് നമ്മളതിനെ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത്. അതായത് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു നോർമൽ ഫിസിയോളജിക്കൽ ഫിനോമിനനാണ്. അതിനെ ആ സ്ലീപ്പ് ടൈമിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകുകയോ ആ കാരണം വ്യക്തി ആ പറയുന്ന ഡിസ്റ്റർബൻസ് ഓഫ് സ്ലീപ്പ് അയാൾക്ക് ഡിസ്കംഫർട്ടോ അയാളുടെ ഡെയിലി ലൈഫ് സൈക്കിളിനെ ബാധിക്കുകയോ ചെയ്യുമ്പോഴാണ് നമ്മളതിനെ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത്. സ്ലീപ്പ് എന്താണെന്നറിയാമല്ലോ. ആ സ്ലീപ്പിനെ ഏതെങ്കിലും കാരണവശാൽ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കുകയോ ചെയ്തിട്ട് ആ സ്ലീപ്പ് ടൈമിന് ഡിസ്ട്രപ്ഷൻ ഉണ്ടാക്കിയിട്ട് അത് ആ വ്യക്തിക്ക്, അതായത് ഉറങ്ങിയിരുന്ന വ്യക്തിക്ക് ഡിസ്കംഫർട്ട് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അത് അയാളുടെ ഡെയിലി ലൈഫ് സൈക്കിളിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഇതിനാണ് നമ്മൾ സ്ലീപ്പ് ഡിസോർഡർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഇനി എത്ര തരം സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടെന്ന് നോക്കാം. അതായത് മെയിൻലി അതിനെ 2 സബ് ടൈപ്പായിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് സ്ലീപ്പ് ഡിസോർഡറിനെ. ഒന്നിന് പറയുന്ന പേരാണ് ഡിസോമിനിയാസ്. ഡിസ് മീൻസ് ഡിഫിക്കൽട്ടി എന്നാണല്ലോ, ഡിസ്നിയ. നമ്മൾ ഒത്തിരി DYS ഡിസ് ചേർത്ത് ഒത്തിരി കാര്യം പഠിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ ഡിസോമിനിയാസ് എന്ന് പറയുന്ന അത് ഒരു സ്ലീപ്പ് ഡിസോർഡറിൽ പെടുന്ന. പിന്നെ അതുകൂടാതെ പാരാസോംനിയാസ് എന്നും പറഞ്ഞ് വേറൊരു ടൈപ്പും ഉണ്ട്. അപ്പോൾ 2ആയിട്ടാണ് ഇതിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്, ഡിസോമിനിയാസ് ആൻഡ് പാരാസോംനിയാസ്. ഇനി ഡിസോമിനിയാസിലുള്ളത് മെയിൻലി എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഇൻസോമിനിയ, ഹൈപ്പർസോംനിയ ആൻഡ് ഡിസോർഡർ ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ. ഇതിനകത്ത് വോക്ക് എന്ന് എഴുതിയിരിക്കുന്നത്, അത് മാറ്റണം, സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ. മനസ്സിലായോ? ഇൻസോമിനിയ, ഹൈപ്പർസോമിനിയ ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതും ഉണർന്നെഴുന്നേക്കുന്നതും തമ്മിലുള്ള ചില ഷെഡ്യൂളിൽ ചില ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നതിനാണ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിനകത്ത് പ്രിൻറ്റ് ചെയ്തതിനകത്ത് തെറ്റുണ്ട്, സ്ലീപ്പ് വോക്ക് എന്ന, അതങ്ങനെ മാറ്റണം, അത് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ എന്നാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് സ്ലീപ്പ് ഡിസോർഡറിലെ പ്രത്യേകിച്ച് ഡിസോമിനിയാസിൽ വരുന്നത്. ഇനിയും പാരാസോംനിയാസിൽ ഒരുപാടുണ്ട്. അതിനകത്ത് നമുക്ക് എന്താണ് പാരാസോംനിയ എന്ന് പറഞ്ഞാൽ അത് സ്ലീപ്പ് ടൈമിനല്ല ഡിസ്റ്റർബൻസ് കാണിക്കുന്നത്, പകരം അതിൻ്റെ ആ സ്ലീപ്പ് പാറ്റേണിൽ ചില അബ്നോർമാലിറ്റിയൊക്കെ ഉറങ്ങുന്ന സമയത്ത് ചില അബ്നോർമാലിറ്റിയൊക്കെ കാണിക്കുന്നതിനാണ് നമ്മൾ പാരാസോംനിയാസ് എന്നും പറയുന്നത്. അത് അവിടെ വരുമ്പോൾ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പഠിക്കും. അപ്പം ടൈപ്സ് ഓഫ് സ്ലീപ്പ് എന്ന് പറഞ്ഞാൽ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഡിസോംനിയാസ് ആൻഡ് പാരാസോംനിയാസ്. ഇനി നമുക്ക് ഡിസോംനിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനകത്ത് മെയിൻലി ഉള്ളതാണ് ഇൻസോംനിയ, ഹൈപ്പർസോംനിയ ആൻഡ് ഡിസോർഡേഴ്സ് ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ എന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇൻസോമിനിയ എന്താണെന്ന് നോക്കാം. ഇൻസോമിനിയ ഈസ് എ കണ്ടീഷൻ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പ് വിച്ച് പെർസിസ്റ്റ് ഫോർ എ കൺസിഡറബിൾ പീരിയഡ് ഓഫ് ടൈം. അതായത് ഒരു വ്യക്തിയുടെ ആ ഒരു സ്ലീപ്പ് ഫിനോമിനയിൽ അല്ലെങ്കിൽ ആ സ്ലീപ്പിംഗ് കണ്ടീഷനിൽ അത് സാറ്റിസ്ഫാക്ടറി അല്ല, ആ വ്യക്തിക്ക് ക്വാളിറ്റി വൈസും ക്വാണ്ടിറ്റി വൈസും സാറ്റിസ്ഫാക്ടറി അല്ലെങ്കിൽ നമ്മളതിന് ഇൻസോമിനിയ എന്ന് പറയുന്നത്. ക്വാളിറ്റി വൈസ് എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഉറങ്ങാൻ കിടന്നിട്ട് നല്ല സ്ലീപ്പ് കിട്ടുന്നില്ല, സ്ലീപ്പിൻ്റെ ക്വാളിറ്റി നമ്മൾ വേണ്ട തരത്തിൽ ഇപ്പം തന്നെ കിടന്നു കഴിഞ്ഞാൽ ഇപ്പം രാത്രി 10 മണിക്കോ എല്ലാം പോയി കഴിഞ്ഞാൽ ചിലർ 6 മണിയായിട്ട് നല്ല സൗണ്ടായിട്ട് ഉറങ്ങും രാവിലെ. ചിലർ ടോയ്ലറ്റിൽ പോകാനോ മൂത്രമൊഴിക്കാൻ പോകാനോ ഒന്നും എഴുന്നേക്കത്ത് പോലും ഇല്ല, അത് നല്ല സൗണ്ട് സ്ലീപ്പുണ്ട്. അപ്പോൾ അവിടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അതേസമയം തന്നെയല്ല അയാൾ ആ ഡ്യൂറേഷൻ, അതായത് 10 മണിക്ക് കിടന്നിട്ട് രാവിലെ 6 മണിക്ക് എഴുന്നേക്കുന്ന ഒരു സ്വഭാവക്കാരനാണ്, 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ ആ 8 മണിക്കൂർ നേരം ഒരു കുഴപ്പമില്ലാതെ കിടന്നുറങ്ങുവാണെങ്കിൽ നമുക്ക് പറയാം ആ വ്യക്തിയുടെ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും അത് നല്ലതാണ്. മനസ്സിലായോ? അപ്പോൾ ഈ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും എന്തെങ്കിലും അബ്നോർമാലിറ്റി വരുമ്പോഴാണ് നമ്മൾ അതിന് ഇൻസോമിനിയ എന്ന് പറയുന്നത്. അതാന്ന് പറയുന്നത് കണ്ടീഷൻ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിച്ച് പെർസിസ്റ്റ് ഫോർ എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം. അതായത് ഈ ക്വാളിറ്റിയിൽ വ്യത്യാസമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ശരിക്കും ഉറങ്ങുന്നില്ല, സൗണ്ടായിട്ട് ഉറങ്ങുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണരുക, 2 മണിക്കൂർ കഴിയുമ്പോൾ ഉണരുക, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെയും കിടന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടേ പിന്നെ ഉറക്കം വരുന്നുള്ളൂ, പിന്നെ ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞ് പിന്നെ ഉണരുക. അപ്പോൾ അവിടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് നല്ലതല്ല. അതുപോലെ തന്നെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞപ്പം 10 മണി തൊട്ട് 6 മണി വരെ ഉറങ്ങണം, 8 മണിക്കൂർ ഉറങ്ങണം എന്ന് പറഞ്ഞിറങ്ങിയാൽ ആ ഒരു ഡ്യൂറേഷൻ അയാൾ കംപ്ലീറ്റ് ചെയ്യത്തില്ല. ചിലപ്പോൾ ഒരു 4 മണിയാകുമ്പോഴേ അങ്ങ് ഉണരുക, പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അപ്പോൾ അയാൾ അപ്പോൾ ആ പേഴ്സൺ 8 മണിക്കൂർ ഉറങ്ങുന്നില്ലല്ലോ, 6 മണിക്കൂറല്ലേ ഉറങ്ങുന്നുള്ളൂ. 10 തൊട്ട് 4 മണി വരെ ഉറങ്ങുന്നു, പിന്നെ കിടന്നിട്ട് ഉണർന്നു, പിന്നെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല, വേണ്ടാത്ത ചിന്തകളൊക്കെ മനസ്സിൽ വരിക, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് അയാളുടെ ആ ഒരു ക്വാണ്ടിറ്റി ഓഫ് സ്ലീപ്പിൽ അയാൾ സാറ്റിസ്ഫൈഡ് അല്ല. അപ്പം ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും സാറ്റിസ്ഫൈഡ് അല്ലാത്ത ഒരുതരം സ്ലീപ്പ് പാറ്റേൺ
അത് കുറച്ച് നാളത്തേക്ക് നിലനിൽക്കുകയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ ഇൻസോമിനിയ എന്ന് പറയുന്നത്. മനസ്സിലായോ? സോ വി ക്യാൻ സേ ദാറ്റ് എ കണ്ടീഷൻ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിച്ച് പെർസിസ്റ്റ് ഫോർ എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം, ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് ഇൻസോമിനിയ. ഓക്കെ. പിന്നെ വേറെ തരത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഡെവലപ്സ് അറ്റ് എ ടൈം ഓഫ് ഇൻക്രീസ്ഡ് ലൈഫ് സ്ട്രെസ് ആൻഡ് ടെൻ ടു ബി മോർ പ്രിവലൻറ്റ് എമംഗ് വിമൻ ഫിസിയോളജിക്കലി ഓൾഡർ പീപ്പിൾ ആൻഡ് സോഷ്യോ എക്കണോമിക് ലോ ഗ്രേഡ് കാറ്റഗറി. അപ്പം ഈ പറയുന്ന ഇൻസോമിനിയ കൂടുതലായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് അറ്റ് ദ ടൈം ഓഫ് ഇൻക്രീസ്ഡ് ലൈഫ് സ്ട്രെസ്. ഇൻക്രീസ്ഡ് ലൈഫ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒത്തിരി സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ, അതല്ലെങ്കിൽ സ്ത്രീകളിൽ അത് കൂടുതൽ കാണാം ഈ പറയുന്ന ഇൻസോമിനിയ. കാരണം അവർക്ക് ഒത്തിരി വീട്ടിൽ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കും, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ചെയ്യാനുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ജോലിക്ക് പോകണമായിരിക്കും. ബസ്സിൽ കയറിയൊക്കെ പോകണം, തിരക്കും തെള്ളുമൊക്കെ ഉള്ള ബസ്സിലൊക്കെ കയറി പോകണം, അവിടെ നിന്ന് ജോലി ചെയ്യണം, തിരിച്ചു വരണം, പിന്നെ വീട്ടിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ എടുക്കണം, പിന്നെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഫാമിലി ഇഷ്യൂസ് ഉണ്ടാകാം. അങ്ങനെയൊക്കെ ഏതെങ്കിലും സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒരുപാട് എക്സ്പോസ്ഡ് ആയ ഒരു കാറ്റഗറി പീപ്പിളാണ് വിമൻ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും ഈ പറയുന്ന ഇൻസോമിനിയയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അതാണ് പറയുന്നത് ഇറ്റ് ഈസ് develops at a time of increased life stress and tend to be more prevalent among women, psychologically and older people and socio-economic low-grade people. ഈ സോഷ്യോ എക്കണോമിക് ലോ ഗ്രേഡ് എന്ന് പറഞ്ഞാൽ എന്തായാലും അവർക്ക് ഉറങ്ങാനുള്ള നല്ല സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഒന്നും കാണത്തില്ല. ചിലപ്പം ഒരു റൂമിൽ ഒത്തിരി പേര് കിടന്നായിരിക്കും ഉറങ്ങുന്നത്. ഒരു ഇൻഡിവിജ്വലൈസ്ഡ് റൂമൊന്നും അവർക്ക് കാണത്തില്ല. അവർക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറുള്ള വീട് കാണത്തില്ല. അപ്പോൾ അങ്ങനെ വരും. ഇപ്പം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൂടുതൽ വരാനുള്ള സാധ്യത കൂടുതലാണ് അവർക്ക്. അതാണ് പറയുന്നത് ലോ സോഷ്യോ എക്കണോമിക് ഗ്രേഡ്. പിന്നെ പ്രായമായ ആൾക്കാർക്കും ഈ പറയുന്ന ഈ ക്വാണ്ടിറ്റിയിലും ക്വാളിറ്റിയിലും ഒക്കെ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലായ്മ ഉണ്ടാകാം. അപ്പോൾ ഇതാണ് ഇൻസോമിനിയ എന്ന് പറഞ്ഞാലുള്ള മെയിൻ ഫാക്റ്റ്. അപ്പം എ കണ്ടീഷൻ ഓഫ് അൺസാറ്റിസ്ഫാക്ടറി ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വിച്ച് പെർസിസ്റ്റ് ഫോർ എ കൺസിഡറബിൾ പീരീഡ് ഓഫ് ടൈം. പിന്നെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നോക്കിയാൽ ഇറ്റ് ഡെവലപ്സ് അറ്റ് ദ ടൈം ഓഫ് ഇൻക്രീസ്ഡ് ലൈഫ് സ്ട്രെസ് ആൻഡ് ടെൻ ടു ബി മോർ പ്രിവലൻറ്റ് എമംഗ് വിമൻ, സൈക്കോളജിക്കലി ഓൾഡർ പീപ്പിൾ ആൻഡ് ഓൾസോ സോഷ്യോ എക്കണോമിക് ലോ ഗ്രേഡ് പീപ്പിൾ. ഓക്കെ. അപ്പോൾ അത്രയാണ് ഇൻസോമിനിയ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ കോസസ് എന്താണെന്ന് ചോദിച്ചാൽ ഇതിന് മെഡിക്കൽ കോസ് ഉണ്ട്, ചില രോഗങ്ങൾ, പിന്നെ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് യൂസ്, പിന്നെ സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, സോഷ്യൽ കോസസ് ആൻഡ് ബിഹേവിയറൽ കോസസ്. ഇത്രയും 5 തരത്തിലാണ് ഇതിൻ്റെ കോസിനെ നമ്മൾ കാണേണ്ടത്. അതായത് മെഡിക്കൽ ഇൽനസ് എന്ന് പറഞ്ഞാൽ പലതരം ശാരീരിക രോഗങ്ങൾ, പിന്നെ ആൽക്കഹോൾ ആൻഡ് ഡ്രഗ് യൂസ്, പലതരത്തിലുള്ള കെമിക്കൽ ഡ്രഗ് ഉപയോഗിക്കുന്നവർ, അതായത് അതിപ്പം രോഗത്തിനുള്ള ഡ്രഗ് ആകാം, അതല്ലാതെ തന്നെ സബ്സ്റ്റൻസ് അബ്യൂസിൻ്റെ ഭാഗമായിട്ട് അൺവാണ്ടഡ് ആയിട്ട് ഡ്രഗ് അബ്യൂസ് ചെയ്യുന്നവരുണ്ടാകാം, പിന്നെ ആൽക്കഹോളിൻ്റെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം, പിന്നെ സൈക്യാട്രിക് ഡിസോർഡേഴ്സ്, ചില മാനസിക പ്രശ്നങ്ങളുടെ ഈ സ്ലീപ്പ് ഡിസോർഡർ ഒത്തിരി അബ്നോർമാലിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ഇൻസോമിനിയ. ഓക്കെ. പിന്നെ സോഷ്യൽ കോസസ്, സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങൾ, പിന്നെ ചിലരുടെ ബിഹേവിയറൽ കോസസ്, അതായത് ചില പെരുമാറ്റങ്ങളിലുള്ള അല്ലെങ്കിൽ അവരുടെ അവരുടെ പെരുമാറ്റത്തിലും സ്വഭാവ രീതിയിലും ജീവിതശൈലിയിലും ഒക്കെയുള്ള ചില അബ്നോർമാലിറ്റീസ് കൊണ്ടും അപ്പോൾ നമ്മൾ ബിഹേവിയറൽ കോസസ് എന്ന് പറയും. ഓക്കെ. അതാണ് മെയിൻലി 5 കോസസ് എന്ന് പറയുന്നത്. ഇനി മെഡിക്കൽ ഇൽനസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ഓരോന്നും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ മെഡിക്കൽ ഇൽനസ് പറയുമ്പോൾ എനി പെയിൻഫുൾ അൺകംഫർട്ടബിൾ ഇൽനസ്, അതായത് എന്തെങ്കിലും റെഗുലറായിട്ടോ വിട്ടുവിട്ടോ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടോ പെയിൻ ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥ. നമുക്കറിയാം, എന്ത് പെയിൻ വന്നാലും ഇപ്പോൾ ഹെഡേക്ക് ആണെങ്കിലും മൈഗ്രെയിൻ ആയാലും അബ്ഡോമിനൽ പെയിൻ ആയാലും അല്ലെങ്കിൽ കാലിലുള്ള വേദന അല്ലെങ്കിൽ ഓർത്തോപെഡിക് പ്രോബ്ലം, ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ട് പലർക്കും പല പെയിൻഫുൾ ഡിസീസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉറങ്ങാൻ ബുദ്ധിമുട്ടാണ്, ഇൻസോമിനിയ വരാം. പിന്നെ ഹാർട്ട് ഡിസീസിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ തന്നെ ചിലപ്പം കിടക്കുന്നുണ്ടെങ്കിൽ പേഷ്യൻ്റ് നേരെ നിവർന്ന് കിടക്കാൻ പറ്റത്തില്ല. അവരുടെ പ്രോപ്ഡബ് പൊസിഷനിൽ ചിലപ്പോൾ ഇരിക്കേണ്ടി വരും, നല്ല ഉറക്കം വരത്തുള്ളൂ. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ടലുണ്ടാകാം. അങ്ങനെയുള്ള ഹാർട്ട് ഡിസീസ്, പ്രത്യേകിച്ച് ക്രോണിക് ഹാർട്ട് ഡിസീസൊക്കെ ഉള്ളവർക്ക്, കൺജസ്റ്റീവ് കാർഡിയക് ഫെയിലിയർ അങ്ങനെയൊക്കെയുള്ളവർക്കും ഈ പറയുന്ന ഇൻസോമിനിയ വരാം. പിന്നെ റെസ്പിറേറ്ററി ഡിസീസ്, അത് തീർച്ചയായിട്ടും, കാരണം ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയെ എങ്ങനെ ഒരു രോഗം അഫക്റ്റ് ചെയ്താലും അവർക്ക് ഇൻസോമിനിയ വരാം. പ്രത്യേകിച്ച് റെസ്പിറേറ്ററി ഡിസീസിലെല്ലാം ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒരു മെയിൻ, അല്ലെങ്കിൽ ഡിസ്നിയ ഒരു മെയിൻ സിംറ്റമാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം റെസ്പിറേറ്ററി ഡിസീസ് ഉള്ളവർക്കും ഇൻസോമിനിയ വരാം. പിന്നെ ബ്രെയിൻ സ്റ്റെം ആൻഡ് ഹൈപ്പോതലാമിക് ലീഷൻസ്,
അങ്ങനെ അതായത് ന്യൂറോളജിക്കൽ കണ്ടീഷൻസൊക്കെ എന്തെങ്കിലും ബ്രെയിൻ സ്റ്റെം ട്യൂമറോ അല്ലെങ്കിൽ എവിടെയെങ്കിലും അബ്നോർമാലിറ്റിയോ ന്യൂറോളജിക്കൽ കണ്ടീഷനോ ഹൈപ്പോതലാമിക് ലീഷനോ ഒക്കെ ഉള്ളവർക്ക് വരാം. പിന്നെ ഡെലീറിയം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പോലെ തന്നെ ആൽക്കഹോൾ എടുക്കുന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആൽക്കഹോളിൻ്റെ വിഡ്രോവലോ അല്ലെങ്കിൽ അവരുടെ ആ ഒരു റെഗുലാരിറ്റിയിൽ എന്തെങ്കിലും അബ്നോർമലൊക്കെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഡെലീറിയം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടാകാം. അതും ഒരു മെഡിക്കൽ കോസാണ്. പിന്നെ മസ്കുലോസ്കെലിറ്റൽ ഡിസീസസ്, പ്രത്യേകിച്ച് മസ്കുലോസ്കെലിറ്റൽ ഡിസീസോടെ വരുന്നവരുടെ പെയിൻ കുറേ കൂടെ ഇൻറ്റൻസ് പെയിനൊക്കെയാണ് അവർ സഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡിസീസ് കണ്ടീഷൻ ഉള്ളവർക്കും മസ്കുലോസ്കെലിറ്റൽ ഡിസീസ് ഉള്ളവർക്കും മെഡിക്കൽ റീസണായിട്ട് സ്ലീപ്പ് ഉണ്ടാകാം. മനസ്സിലായോ? പിന്നെ ഈ ഓൾഡ് ഏജ് പീപ്പിൾ എന്ന് പറയുമ്പോൾ അവർക്ക് പ്രായത്തിൻ്റേതായ പല ഡീജനറേറ്റീവ് സ്റ്റേജിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് പല പല രോഗങ്ങളും ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ ഒന്നുകിൽ കിടന്നുറങ്ങിയാൽ അവർക്ക് ഈ പറയുന്ന ഡിസീസിൻ്റെ ഇൻഫ്ലുവൻസ് മാത്രമല്ല മനസ്സിൻ്റെ ഒരു സമാധാനക്കുറവും ഉണ്ടാകും. കാരണം എന്താണെന്ന് വെച്ചാൽ പക്ഷേ മക്കളൊക്കെ ഉണ്ടായിരിക്കും, അവർ ചിലപ്പോൾ അടുത്ത് കാണണമെന്നില്ല, അവർ ദൂരെ എവിടെയെങ്കിലും ആയിരിക്കും, അല്ലെങ്കിൽ അവരവരുടെ ജോലിപരമായ കാരണങ്ങളാലൊക്കെ വീട്ടിലെപ്പോഴും കാണണമെന്നില്ല, ഒരുപക്ഷെ ഇവർ തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടേ എന്നെ അസുഖം വന്ന് ആരിവിടെ ഇങ്ങനെ കൊണ്ടുപോകും, അങ്ങനെയുള്ള മാനസിക പ്രശ്നങ്ങളൊക്കെ കൊണ്ട് അവർക്ക്, അല്ലെങ്കിൽ അവർക്ക് ഓൾഡ് ഏജിൻ്റെതായ പല രോഗങ്ങളും കാണാമല്ലോ. അപ്പോൾ അതൊക്കെ കൊണ്ട് ഓൾഡ് ഏജ് പീപ്പിളും ഈ പറയുന്ന ഇൻസോംനിയ വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി നമ്മൾ ആൽക്കഹോളിക് ആൻഡ് ഡ്രഗ് യൂസ് എന്ന് പറഞ്ഞാൽ ഡെലീറിയം ട്രമൻസ്, അതാ ഞാൻ മുമ്പേ പറഞ്ഞ ആൽക്കഹോൾ കണ്ടിന്യൂസ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതിന് ആൽക്കഹോൾ ഇൻടേക്കിൽ വ്യത്യാസം വരുത്തുകയോ അത് നിർത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഡെലീറിയം ട്രമൻസ്. മനസ്സിലായോ? ആ കണ്ടീഷനിൽ ഇൻസോംനിയ വരാം. പിന്നെ സ്റ്റിമുലൻസ് സച്ചാസ് ആംഫിറ്റമിൻസ്, അതായത് ചില സബ്സ്റ്റൻസ് അബ്യൂസ്, അതായത് ചില ലഹരി വസ്തുക്കൾ, ലഹരിയായിട്ട് ചില മരുന്നുകളെടുത്ത് ലഹരിക്ക് വേണ്ടി ഉപയോഗിക്കുന്നവരുണ്ട്. ഡിസീസ് കണ്ടീഷന് വേണ്ടി അല്ലാതെ അവർ സബ്സ്റ്റൻസ് അബ്യൂസ് ഡിസോർഡർ എന്നും പറഞ്ഞ് നമ്മളൊരു ഡിസീസ് കണ്ടീഷൻ പഠിക്കും. അതായത് ചില കെമിക്കൽ സബ്സ്റ്റൻസും മരുന്നുമൊക്കെ മെഡിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ അല്ലാതെ തന്നെ ലഹരി മാർഗമായിട്ട് കണ്ടുപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള ചില ഡ്രഗ്സാണ് ഈ ആംഫിറ്റമിൻ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ് അല്ലെങ്കിൽ സ്റ്റിമുലൻസ് ഒക്കെ. അപ്പോൾ അങ്ങനെയുള്ള ഡ്രഗ് ഉപയോഗിക്കുന്നവർക്ക് ഇൻസോംനിയ ഉണ്ടാകാം. പിന്നെ ക്രോണിക് ആൽക്കഹോൾസ്, എന്നും മദ്യം ഉപയോഗിച്ച് അതൊരു ക്രോണിക് കണ്ടീഷനായിട്ട് കൊണ്ട് നടക്കുന്നവർക്കും ഉറക്കം വരാനുള്ള സാധ്യത അല്ലെങ്കിൽ ഇൻസോംനിയ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെയുള്ളത് ചില സൈക്യാട്രിക് കണ്ടീഷൻസാണ്. അതിൽ മെയിനാണ് മാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സിംറ്റമറ്റോളജിയിലെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്ങാണ് അവർക്ക് ഇൻസോംനിയാണ്. അതായത് അവർ ചിലപ്പം രാത്രി ഉറങ്ങത്തേ ഇല്ല, ചിലപ്പം 2 മണിക്കൂറോ 3 മണിക്കൂറോ ഒക്കെ ആയിരിക്കും ഉറങ്ങാൻ. അവരൊത്തിരി ആക്റ്റീവ് പേഴ്സൺസ് ആണ്. അവർക്ക് ഉണർന്നിരിക്കുക എന്നുള്ളതാണ് അവരുടെ രോഗത്തിൻ്റെ ഒരു ലക്ഷണം. വളരെ ആക്റ്റീവ് പേഴ്സൺ ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള തരത്തിൽ അവർ നമ്മൾ പകൽ ഉണർന്നിരിക്കുന്ന പോലെ തന്നെ അവർ രാത്രിയിൽ ഉണർന്നിരിക്കും. പക്ഷേ ഈ ഉറക്കക്കുറവ് കൊണ്ട് സ്ലീപ്പിൻ്റേതായ അപാകതകൾ, അപ്പോൾ നമ്മളൊരു ദിവസം കുറച്ചേ ഉറങ്ങിയുള്ളെങ്കിൽ പിറ്റേ ദിവസം ഭയങ്കര ക്ഷീണം, അതിൻ്റേതായിട്ടുള്ള ചില അൺവേർഡ് സിംറ്റംസ് നമുക്ക് തോന്നാമല്ലോ. ഒരാൾ ഉറങ്ങിയില്ലെങ്കിൽ, നോർമലി ഉറങ്ങുന്ന ഒരാൾ അത്രയും അവേഴ്സ് ഉറങ്ങിയില്ലെങ്കിൽ ഒരു പ്രത്യേക ഡിസ്കംഫേർട്ട് നെക്സ്റ്റ് ഡേയിൽ തോന്നാം. പക്ഷേ ഈ മാനിക് പേഷ്യൻസിന് അങ്ങനെ തോന്നത്തില്ല. കാരണം അവർക്ക് കുറച്ച് സ്ലീപ്പ് മതി എന്നുള്ള തരത്തിൽ അവർ അതുകൊണ്ട് സാറ്റിസ്ഫൈഡുമാണ്. തന്നെയല്ല, ഈ കഴിയുന്നത്ര സമയം കൂടുതൽ കിട്ടിയാൽ അവർക്ക് പലതും ചെയ്യാനുണ്ട് എന്നുള്ള ഒരു സിംറ്റമറ്റോളജി കാണിക്കുന്ന ആൾക്കാരാണ് ഈ മാനിയ പേഷ്യൻസ്. അപ്പോൾ അവർക്ക് ഇൻസോംനിയ ഒരു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സിംറ്റമായിട്ട് വരുന്ന ഒരു രോഗമാണ് മാനിയ. മനസ്സിലായോ? പിന്നെ മേജർ ഡിപ്രഷൻ പലതരം ഉണ്ട്. മൈൽഡ്, മോഡറേറ്റ്, സിവിയർ, ഇങ്ങനെ തരത്തിലുള്ള ഡിപ്രഷൻ ഉണ്ട്. അല്ലാതെ മേജർ ഡിപ്രഷൻ സഫർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇൻസോംനിയ ഉണ്ട്. പിന്നെ ന്യൂറോട്ടിക് ഡിപ്രഷൻ, അതായത് നമ്മൾ ചില മൈനർ മെൻ്റൽ ഇൽനെസ് ഉണ്ട്, പലതരം ഡിപ്രഷൻ, അതുപോലെ തന്നെ നമ്മൾ ഒബ്സസീവ് കമ്പൾസീവ് ന്യൂറോസിസ്, അങ്ങനെ ഒത്തിരി ന്യൂറോട്ടിക് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചല്ലോ. അതിനകത്ത് ഒരു തരമുണ്ട് ന്യൂറോട്ടിക് ഡിപ്രഷൻ. അത് ഒരു സൈക്കോട്ടിക് കണ്ടീഷൻ അല്ല, പക്ഷേ മൈൽഡ് മെൻ്റൽ ഇൽനെസ് ആണ്. പക്ഷേ അവർക്കും ആങ്സൈറ്റി കൂടുതലാകാം, അല്ലെങ്കിൽ അവർക്ക് ഈ പറയുന്ന ചില സിംറ്റംസ് ഒക്കെ അവർ കാണിക്കും. പക്ഷേ എന്നാലും അവർക്ക് ഉറക്കക്കുറവ് ഉണ്ടാകുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമാണ് ന്യൂറോട്ടിക് ഡിപ്രഷൻ. പിന്നെ ഷിസോഫ്രനിയ ആൻഡ് അതർ സൈക്കോസിസ്. ഈ ഷിസോഫ്രനിയ എന്ന് പറഞ്ഞാൽ ഒരു മേജർ ടൈപ്പ് ഓഫ് മെൻ്റൽ ഇൽനെസ് ആണ്. ഇറ്റ് ഈസ് ക്രോണിക് ടൈപ്പ് ഓഫ് മേജർ മെൻ്റൽ ഇൽനെസ്. അവർക്കും ഈ പറയുന്ന ഇൻസോംനിയ ഒരു ഇമ്പോർട്ടൻറ്റ് സിംറ്റമായിട്ട് വരും. പിന്നെ ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതായത് ഉത്കണ്ഠാകരമായിട്ടുള്ള ലഘുതരം മനോരോഗമാണ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ. മനസ്സിലായി? ന്യൂറോട്ടിക് ഡിപ്രഷനും ആ വെറൈറ്റി വരുന്ന ഈ 2 തരം ഡിസീസ് ഉള്ളവർക്കും ഇൻസോംനിയ ഉണ്ടാകാറുണ്ട്. ഓക്കെ.
പിന്നെ ഇനി സോഷ്യൽ കോസസ് എന്തൊക്കെ എന്ന് നോക്കാം. അതായത് സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങൾ. അതിനകത്ത് മെയിൻലിയാണ് ഫൈനാൻഷ്യൽ ലോസ്. അതായത് പല പല നമുക്കറിയാം, ജീവിക്കണമെങ്കിൽ മനുഷ്യൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണം വേണം. അങ്ങനെ ഈ പണമില്ലാത്ത ഒരവസ്ഥ, പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല, ഫാമിലി അഫെയർസ് ചെയ്യാൻ പറ്റുന്നില്ല, ജോബ് അല്ലാതെ ഡെയിലി ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലൈഫ് സ്റ്റൈലിന് പൈസ വേണം. ഇങ്ങനെയുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം ഇല്ലാത്തവർ, മനസ്സിലായി, അതെപ്പോഴും അവരുടെ മനസ്സിൽ പണം ഉണ്ടാക്കിയെങ്കിൽ ഇന്നതിന് പൈസ ഇല്ല, കുട്ടികളെ സ്കൂളിൽ വിടണം, അതിന് പൈസ തികയുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള ഭക്ഷണം ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കണം, അതിന് പൈസ തികയുന്നില്ല, അങ്ങനെ ഒരു കാര്യം. അതല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ലോസ് എന്ന് പറഞ്ഞാൽ പണം നഷ്ടപ്പെട്ടു പോയ ഒരവസ്ഥ, മനസ്സിലായോ? ഇത് കയ്യിൽ കാശുണ്ടായിരുന്നു, അതെങ്ങനെയോ കബളിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ നഷ്ടപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന അവസ്ഥ. ഓൾ ഓൺ എ സഡൻ പെട്ടെന്ന് ഒരു ഫൈനാൻസ് നഷ്ടമാകുന്ന ഒരവസ്ഥ, അത് ഫൈനാൻഷ്യൽ ലോസ്. പിന്നെ ഡിസേർഷൻ ആൻഡ് ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള അവരുടെ റിലേഷൻഷിപ്പിൽ വരുന്ന പ്രശ്നങ്ങളാണ് ഈ പറയുന്ന ഡിസേർഷനും ഡൈവോഴ്സും. ഡിസേർഷൻ എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താവിനോടൊപ്പം താമസിക്കാതെ ഒരാളെ ഉപേക്ഷിച്ചിട്ട് അവർ മാറി താമസിക്കുക, അതാണ് ഡിസേർഷൻ എന്ന് പറയുന്നത്. അതായത് ദേ ആർ നോട്ട് ലിവിങ് ടുഗദർ ഈവൻ ദോ ദേ ആർ മാരീഡ്, ദേ ആർ ഹാവിങ് ദ ലൈസൻസ് ടു ലിവ് ടുഗദർ, ബട്ട് ദേ ആർ നോട്ട് ലിവിങ് ടുഗദർ, ദേ ആർ ലിവിങ് സെപ്പറേറ്റ്ലി. പക്ഷേ അവർ വിവാഹമോചനം നടത്തിയിട്ടില്ല. പക്ഷേ അവർ രണ്ട് സ്ഥലങ്ങളിൽ, ഇപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോ വൈഫിൻ്റെ വീട്ടിലും താമസിക്കുക, അവരൊന്നിച്ച് ഒരു ഫാമിലി ആയിട്ട് താമസിക്കുന്നില്ല. ഒന്നിൽ ഒരാളെ ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലോ അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുമിച്ച് താമസിക്കാൻ അവർ താല്പര്യപ്പെടാത്ത ഒരവസ്ഥയാണ് നമ്മൾ ഡിസേർഷൻ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടൊക്കെ ആയിരിക്കുമല്ലോ അങ്ങനെ സംഭവിക്കുന്നത്. അന്നേരം ആ ഒരു പ്രോബ്ലം അവരെ അലട്ടിക്കൊണ്ടിരിക്കും എപ്പോഴും. അപ്പോൾ അങ്ങനെ വരുന്നോണ്ടേ അവർ ഇൻസോംനിയ ഉണ്ടാകാം. പിന്നെ ഡൈവോഴ്സ് എന്ന് പറഞ്ഞാൽ അവർ ലീഗലി സെപ്പറേറ്റഡ് ആയി, അതായത് വിവാഹമോചനം ഏർപ്പെടുത്തിയതിന് ശേഷം അവർ രണ്ടായിട്ട് ജീവിക്കുന്നു, ലൈഫ് പാർട്ട്നേഴ്സ് ആയിരുന്നവർ. ഓക്കെ, അത് ഡൈവോഴ്സ്. അതും ഒരു സോഷ്യൽ കോസാണ് ഇൻസോംനിയ ഉണ്ടാകാൻ. കാരണം അവരുടെ ലൈഫ് ഒരു സമാധാനപൂർണ്ണമായിട്ടൊരു ലൈഫ് ആയിരിക്കത്തില്ലല്ലോ, എന്തൊക്കെയോ പ്രോബ്ലത്തിൻ്റെ പേരിലായിരിക്കുമല്ലോ ഈ ഡിസേർഷൻ നടക്കുന്നതും ഡൈവോഴ്സ് നടക്കുന്നതൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ മാനസികാവസ്ഥ ഒരു സൗണ്ട് അല്ല, അല്ലെങ്കിൽ അവർ മെൻ്റലി ഹെൽത്തി അല്ല, ഒരു മെൻ്റലി ഹെൽത്തി പേഴ്സൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഒന്നും അവർ ഫീൽ ചെയ്യുന്നില്ല. അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ അവർക്ക് ഇൻസോംനിയ ഉണ്ടാകാം, അവർക്ക് കുറവ്. പിന്നെ റിട്ടയർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അതായത് എന്തെങ്കിലുമൊക്കെ ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, സെൻട്രലായാലും സ്റ്റേറ്റ് സർക്കാർ ഉദ്യോഗസ്ഥർ, അവർക്കൊരു സിസ്റ്റമാറ്റൈസ്ഡ് വേയിലാണ് അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂർ ജോലിക്ക് പോകണം എന്നുള്ളതുകൊണ്ട് 8 hours അവർ ഔട്ട് ഓഫ് ദ ഹോം ആയിരിക്കും, അല്ലെങ്കിൽ അവർ ഔട്ട് ഓഫ് ദെയർ ഓൺ ആക്ടിവിറ്റി ആയിരിക്കും. ഈ 8 hours അവർ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ചെയ്ത് ഓഫീസിൽ പോകണം, അതിനുള്ള ട്രാൻസ്പോർട്ടേഷൻ, ഓഫീസിലെത്തിക്കഴിഞ്ഞ് അവിടെ ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഓഫീസിലോ സ്കൂളിലോ എവിടെ അവർ ജോലി എന്ന് വെച്ചാൽ ആ സ്ഥാപനത്തിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ തിരിച്ച് വന്നിട്ട് പിന്നെ ആ 8 hours അവർ ഒഫീഷ്യലി ആ ഒഫീഷ്യൽ പ്ലേസിലാകണം. പക്ഷേ ആ 8 hours അവിടെ ആകണമെങ്കിൽ അതിൽ കൂടുതൽ അവേഴ്സ് അവരിൽ നിന്ന് നഷ്ടപ്പെടാം. കാരണം ഇപ്പോൾ ട്രാവൽ ചെയ്യാൻ തന്നെ കുറച്ച് സമയം അങ്ങോട്ട് പോകാൻ എടുക്കണം, തിരിച്ചു വരാൻ എടുക്കണം. അങ്ങനെയുള്ള കാര്യം തന്നെ എന്തായാലും ഒരു ഔട്ട് ഓഫ് അറ്റ്ലീസ്റ്റ് 10 hours ഓഫ് ലൈഫ്, ഡെയിലി ലൈഫ് അവർക്ക് ആ ഒരു ജോലിക്ക് വേണ്ടി ഉപയോഗിക്കുക. പിന്നെ ബാക്കിയുള്ള സമയം വീട്ടിൽ വന്ന് അവർ ചിട്ടയായിട്ടും ക്രമപ്പെടുത്തലിൽ അവർ ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകും. ഇപ്പോൾ തിരിച്ച് വന്ന് സ്ത്രീകളാണെങ്കിൽ ആഹാരം ഉണ്ടാക്കണമായിരിക്കും, അതുപോലെ തന്നെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ നോക്കണമായിരിക്കും, അവരുടെ പേഴ്സണൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യണമായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പം അവരുടെ ഒരു മോറൽ സിസ്റ്റമാറ്റിക് വേയിലുള്ള ഒരു ലൈഫാണ്, മനസ്സിലായോ? പക്ഷേ ഈ റിട്ടയർമെൻറ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ആ ഒരു 8 hours വീണ്ടും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടുക ചെയ്യുന്നത്. അവർക്കൊരു കമ്പൽസറി ആയിട്ട് അവർ ജോലിക്ക് പോകുന്നില്ലല്ലോ, അവർ വേറെ ഏതെങ്കിലും ജോലിക്ക് ഒരു പക്ഷേ പോയേക്കാം. എന്നാലും ഈ റിട്ടയേർഡ് ലൈഫ് എന്ന് പറയുമ്പം ദേ ആർ ഹാവിങ് എ ലോട്ട് ഓഫ് ടൈം. അന്നേരമുള്ള സമയത്ത് അവർക്ക് ലൈഫിനെ പറ്റി കൂടുതൽ ചിന്തിക്കാനും, അല്ലെങ്കിൽ എൻ്റെ ഇത്രയും നാൾ എനിക്ക് ജോലി ഉണ്ടായിരുന്നല്ലോ, ജോലി നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്, എൻ്റെ സമയം എങ്ങനെ കളയും, അങ്ങനെ വറി ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ ഒരു കാര്യം, അവർക്കൊരു ഡെഫിനറ്റ് ഇൻകം കിട്ടിക്കൊണ്ടിരുന്നവരാണ്, പിന്നെ അവർക്കൊരു പക്ഷേ കിട്ടുന്നില്ല. അപ്പോൾ ലൈഫിൻ്റെ നീഡ്സൊക്കെ എങ്ങനെ മീറ്റ് ചെയ്യും, അങ്ങനെ ഉപയോഗിച്ച് സങ്കടപ്പെടുന്നവരും വിഷമം അനുഭവിക്കുന്നവരും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ അതും റിട്ടയേർഡ് ലൈഫും ഒരു ഇൻസോംനിയ ഉണ്ടാക്കാനുള്ള ഒരു കാരണമാണ്. പക്ഷെ എല്ലാവരിലും ആകണമെന്നില്ല, കുറച്ച് ആൾക്കാരിൽ അല്ലേ. റിട്ടയർമെൻറ്റ് ചെയ്താലും പ്ലാൻഡായിട്ട് നന്നായിട്ട് സുഖമായിട്ട് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷേ അവർ ഓൾഡ് പീപ്പിളാണ്. നമ്മൾ പറഞ്ഞല്ലോ, ഓൾഡ് ഏജിൽ റിക്വയർമെൻറ്റ് ഓഫ് സ്ലീപ്പ് കുറവാണ്.
അല്ലേ 8 hours ഒന്നും ചിലപ്പോൾ ഉറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല, അവർ ഉറങ്ങത്തുമില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന റിട്ടയർഡ് പേഴ്സൺസിന് കുറേ കൂടെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ സമയം കിട്ടും. അപ്പോൾ അന്നേരം അത് ചിലപ്പോൾ നെഗറ്റീവ് ചിന്തകളാണ് അവരുടെ മനസ്സിൽ വരുന്നതെങ്കിലും ഡെഫിനറ്റ്ലി അവരുടെ ഉറക്കത്തെ അത് ബാധിക്കും. അതാണ് റിട്ടയർഡ് ഹാൻഡ്സിൻ്റെ ഒരു സോഷ്യൽ കോസായിട്ട് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ സ്ട്രെസ്ഫുൾ ലൈഫ് സിറ്റുവേഷൻ ഓർ ലൈഫ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു എപ്പോഴും സ്ട്രെസ് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷനോട് എക്സ്പോസ്ഡ് ആകുമ്പോൾ അയാൾക്ക് ഈ പറയുന്ന ഇൻസോമിനിയ ഉണ്ടാകാം. ഇപ്പം തന്നെ നമുക്കറിയാമല്ലോ, കോവിഡ് ബാധിച്ചു, എത്രയോ അതൊരു പലർക്കും ഒരു സോഷ്യൽ കോസ് ഓഫ് ഇൻസോമിനിയയ്ക്കൊരു കാരണമാണ്. കാരണം പല പല കാരണങ്ങളുണ്ട്. പണ്ട് ജോലി ചെയ്തവർക്കൊന്നും ഇപ്പോൾ ജോലി പലർക്കും ഇല്ല, അല്ലെങ്കിൽ അവരെപ്പോഴും വീട്ടിലിരിക്കുന്നു, ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ആലോചിച്ച് ചിന്ത എപ്പോഴും അവരുടെ ഭാവിയെപ്പറ്റി ആങ്ഷ്യസ് ആയതുകൊണ്ട് അവർ അങ്ങനെ ചിന്തിക്കുന്നു. പിന്നെ ഒരുപക്ഷെ അവർക്ക് പണ്ട് കിട്ടിക്കൊണ്ടിരുന്ന സാലറിയോ ഒന്നും കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ ഇതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് പലർക്കും, അല്ലേ? പണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നവർക്ക് പോയിട്ട് ഓൾറെഡി ഒരു അപ്സൈഡ് ഡൗൺ ആക്കിയ ഒരു ലൈഫിനെ ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെ ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ ഇത് ഗ്ലോബലി ഉള്ളൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ്. അത് പലരെയും പലതരത്തിൽ അഫക്റ്റ് ചെയ്യുന്നത്. ചിലർക്കൊക്കെ ശമ്പളം കിട്ടുന്നുണ്ട്, ചിലർക്കൊന്നും കിട്ടുന്നില്ല, ചിലരുടെ ജോലി നഷ്ടമായിട്ടിരിക്കുന്നു, അവർക്ക് സോഴ്സ് ഓഫ് ഇൻകം ഇല്ല, അവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടത്തുമെന്ന് തന്നെ അവർക്ക് അറിയത്തില്ല. ഇങ്ങനെയൊക്കെ ആകുന്നുണ്ടെങ്കിൽ അതൊരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനാണ് നല്ലൊരു പെർസെൻറ്റേജിനും. മനസ്സിലായി? ഇത് കൂടാതെ വേറെ ഇൻഡിവിജ്വലായിട്ട് സ്ട്രെസ്ഫുൾ ഇവൻ്റ് ഉണ്ടാകാമല്ലോ. ഒരാൾ പിന്നെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്രോണിക് ഡിസീസ് ഉണ്ടാകുക, അതല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റിനെ അഭിമുഖീകരിക്കേണ്ടി വരിക, അതല്ലെങ്കിൽ അവർ വെച്ച പെട്ടെന്നൊരു നാഷണൽ കലാമിറ്റീസ് വന്ന് ഇപ്പം തന്നെ ഇന്നലെ തന്നെ പറഞ്ഞില്ല ഒരു ചുഴലിക്കാറ്റ് വരുമെന്ന്, കുറേ ആൾക്കാരെയൊക്കെ മാറ്റുകയൊക്കെ ചെയ്ത് അത് വരാവുന്ന ഏരിയയിൽ അഫക്റ്റഡ് ആകാവുന്ന ഏരിയയിൽ നിന്ന് കുറേ ആൾക്കാരെയൊക്കെ മാറ്റുകയൊക്കെ ചെയ്ത്. അതുപോലെ തന്നെ പ്രളയം 1-2 പ്രാവശ്യം വന്നു, എത്രയോ മനുഷ്യർക്ക് അവരുടെ വീട് നഷ്ടപ്പെട്ടു പോയി, ആൾക്കാരെ നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിൻ്റെ ശാന്തതയെ അഫക്റ്റ് ചെയ്യുന്ന ഏത് സിറ്റുവേഷനെയും നമ്മൾ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ എന്ന് പറയും. അങ്ങനെയുള്ളപ്പം തീർച്ചയായിട്ടും ഒരു ഇൻസോമിനിയയോ സ്ലീപ്പ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതാണ് സോഷ്യൽ കോസസ്. മനസ്സിലായല്ലോ? സോഷ്യൽ കോസസ് എന്ന് പറയുമ്പോൾ അതിന് ഫൈനാൻഷ്യൽ ലോസ് ക്യാൻ ബി ഇൻ എനി വേ, പിന്നെ ഡെസേർഷൻ ആൻഡ് ഡൈവോഴ്സ്, ദെൻ ഡെത്ത് ഓഫ് സ്പൈസ് ആൻഡ് ക്ലോസ് റിലേറ്റീവ്. ഇപ്പം ജീവിത പങ്കാളി അങ്ങ് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് ക്ലോസ് ആയിട്ട് റിലേഷൻഷിപ്പുള്ള ഒരാൾ, ഇപ്പം ഒരു വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ട്, മക്കളിൽ ആരെങ്കിലും അങ്ങ് നഷ്ടപ്പെട്ടു പോവുക. അയാൾ ജോലിയുള്ള ഒരാളായിരുന്നു, അയാളായിരുന്നിരിക്കും അവിടുത്തെ ഏണിംഗ് മെമ്പർ ഓഫ് ദി ഫാമിലി. മനസ്സിലായോ? അങ്ങനെയൊക്കെയുള്ള ക്ലോസ് റിലേറ്റീവ് ആരെങ്കിലും നഷ്ടപ്പെട്ടു പോവുക. പിന്നെ റിട്ടയർമെൻറ്റ്, സ്ട്രെസ്ഫുൾ ലൈഫ് സിറ്റുവേഷൻ, ഇതൊക്കെയാണ് സോഷ്യൽ കോസസ്. പിന്നെ ബിഹേവിയർ കോസസ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പെരുമാറ്റത്തിലുള്ള ചില അപാകതകൾ കൊണ്ട് വ്യക്തിക്ക് സ്ലീപ്പ് പ്രോബ്ലം ഉണ്ടാകാം, പ്രത്യേകിച്ച് ഇൻസോമിനിയ. എക്സാമ്പിൾ, നാപ്പ് ഡ്യൂറിങ് ദ ഡേ എന്ന് പറഞ്ഞാൽ എന്തുവാ? നാപ്സ് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങുന്നതിന് പകരം ഉച്ചയ്ക്കുമൊക്കെ ഊണ് കഴിഞ്ഞിട്ടുമൊക്കെ 2-3 മണിക്കൂർ കിടന്ന് ചിലപ്പോൾ ഉറങ്ങുക. ഇപ്പോൾ ആൾക്കാർക്കൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. അല്ലെങ്കിൽ പോലും ചില വ്യക്തികൾ ഉച്ചയ്ക്ക് ഇറങ്ങാനൊക്കെ സമയം കണ്ടുപിടിച്ച് ഉച്ചയ്ക്ക് പകൽ സമയത്ത് കിടന്നുറങ്ങിയാൽ രാത്രിയിൽ ഉറങ്ങാനുള്ള സാധ്യത കുറവാണ്, അവർക്ക് ഇൻസോമിനിയ ഉണ്ടാകാം. മനസ്സിലായോ? പിന്നെ ആകെപ്പാടെ 8 hours സ്ലീപ്പ് മതിയല്ലോ. 3 മണിക്കൂർ പകൽ കിടന്നുറങ്ങിയാൽ പിന്നെ അവർ ചിലപ്പം വീണ്ടും 8 hours രാത്രി കിടന്നുറങ്ങണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇൻസോമിനിയ ഉണ്ടാകാം. പിന്നെ ഇറഗുലർ സ്ലീപ്പ് അവേഴ്സ്, അതായത് റെഗുലറായിട്ട് ഒരിക്കലും ഉറങ്ങുന്ന ഒരു ശീലമില്ലാത്തവർ. അതായത് ചിലപ്പോൾ അവർ 10 മണിക്ക് ഉറങ്ങാൻ പോയിട്ട് രാവിലെ 6 മണിക്കായിരിക്കും, ചിലപ്പോൾ അവർ 12 മണിക്കായിരിക്കും ഉറങ്ങുന്നത്, ചിലപ്പോൾ അവർ വളരെ നേരത്തെ കിടന്നുറങ്ങും, ചിലപ്പോൾ അവർ 12 കഴിഞ്ഞായിരിക്കും കിടന്നുറങ്ങുന്നത്. അത് പല പല കാരണങ്ങളുണ്ടാകാം. ഒന്നുകിൽ ആ വ്യക്തിയുടെ സ്വഭാവമായിരിക്കാം, അല്ലെങ്കിൽ അയാൾ ഉണർന്നിരിക്കേണ്ടതായ എന്തെങ്കിലും ആവശ്യങ്ങൾ അയാൾക്കുണ്ടാകാം. അങ്ങനെ വരുന്നോണ്ടേ അയാളുടെ ഇറഗുലർ സ്ലീപ്പിംഗ് പാറ്റേൺ. അപ്പോൾ അങ്ങനെയുള്ളവർക്കും എന്നും ഒരുപോലെ ഉറങ്ങാൻ ചെല്ലുമ്പോൾ ഉറങ്ങണമെന്നും ഇല്ല. അപ്പോൾ അയാൾക്ക് ഇൻസോമിനിയ ഉണ്ടാകാം. പിന്നെയുള്ളത് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, അതായത് ഒരു തരം ഫിസിക്കൽ എക്സസൈസ് ഒന്നും ചെയ്യാതെ എപ്പോഴും അനങ്ങാതിരുന്ന് ഉറങ്ങുക, കഴിക്കുക എന്നുള്ള ജോലി മാത്രം ഏറ്റെടുക്കുന്ന ആൾക്കാരുമുണ്ട്. അവർക്ക് അന്നേരം കുറച്ചൊരു ഫിസിക്കൽ എക്സസൈസൊക്കെ ഉള്ളവർക്കാണ് ഉറങ്ങണമെന്നുള്ള ഒരു അർജി വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, അങ്ങനെയുള്ളവർക്ക് ഉറക്കം വരാനുള്ള സാധ്യതയും ഇൻസോമിനിയ വരാനുള്ള
ചാൻസ് കൂടുതലാണ്. പിന്നെ എക്സസീവ് ഇൻടേക്ക് ഓഫ് ബെവറേജസ് ഇൻ ദ ഈവനിങ്, അതായത് ഈവനിങ്ങിൽ അല്ലെങ്കിൽ സായങ്കാലങ്ങളിൽ കൂടുതൽ ബിവറേജസ് എടുക്കുക. ബിവറേജസ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി കോഫി, ടീ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സ്റ്റിമുലൻസ് ആണ്, ബ്രെയിനിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന വസ്തുക്കളാകുമ്പോൾ അങ്ങനെയുള്ളപ്പോൾ സ്റ്റിമുലേറ്റഡ് ആയിട്ടിരിക്കുന്ന ബ്രെയിനിന് ഉറങ്ങാനുള്ള സാധ്യത, അങ്ങനെയുള്ള വ്യക്തികൾ ഉറങ്ങാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അവർക്ക് ഇൻസോംനിയ ഉണ്ടാകാം. പിന്നെ എൻവയൺമെൻറ്റൽ ഡിസ്റ്റർബൻസ്, അതായത് സാഹചര്യങ്ങളുടെ പ്രത്യേകത അല്ലെങ്കിൽ കാലാവസ്ഥയുടെ പ്രത്യേകത, ഒരുപാട് തണുപ്പുള്ള സമയം അല്ലെങ്കിൽ ഒരുപാട് ചൂടുള്ള സമയം അല്ലെങ്കിൽ ഒത്തിരി നോയിസ് ഡിസ്റ്റർബൻസ് ഉള്ള എൻവയൺമെൻറ്റ്, ഇങ്ങനെയൊക്കെ ഉള്ളതാകുന്നുണ്ടെങ്കിൽ ഉറക്കത്തിനെ നെഗറ്റീവായിട്ട് ബാധിക്കാം, അവർക്ക് ഇൻസോംനിയ ഉണ്ടാകാം. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ബിഹേവിയറൽ കോസസ്. ഓക്കെ, നാപ്പ് ഡ്യൂറിങ് ഡേ ടൈം, ഇറഗുലർ സ്ലീപ്പിംഗ് അവേഴ്സ്, ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ്, എക്സസീവ് ഇൻടേക്ക് ഓഫ് ബിവറേജസ് ഇൻ ദ ഈവനിങ് ആൻഡ് എൻവയൺമെൻറ്റൽ ഡിസ്റ്റർബൻസസ്. അത് ബിഹേവിയർ കോസിൽ വരുന്നതല്ല, എന്നാലും അത് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തതാണ്. നേരത്തെ അത് സെപ്പറേറ്റ് ആയിട്ട് വരണ്ട. ഓക്കെ, ഇനി എൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ തറോ മെഡിക്കൽ ആൻഡ് ഫിസിക്കൽ സൈക്യാട്രിക് അസസ്മെൻറ്റ്. അതെന്തിനാ? ഈ വ്യക്തിക്ക് ഇൻസോംനിയ കംപ്ലയിൻറ്റ് ചെയ്യുന്ന രോഗിക്ക് ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ മാനസികമായിട്ടുള്ള രോഗങ്ങളോ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. അങ്ങനെ കണ്ടുപിടിക്കാൻ ആ തരത്തിലാണ് പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, മനസ്സിലായോ? പക്ഷേ അതൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ വേറൊരു തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് പോകേണ്ടത്. അപ്പോൾ ആദ്യമേ തന്നെ തറോ മെഡിക്കൽ എക്സാമിനേഷൻ ആൻഡ് സൈക്യാട്രിക് അസസ്മെൻറ്റ് നടത്തണം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് അണ്ടർലൈയിങ് ഫിസിക്കൽ ആൻഡ് സൈക്യാട്രിക് ഇൽനെസ്, അതായത് അങ്ങനെ ഒരെണ്ണം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അതിന് അണ്ടർലൈയിങ് കോസ് അതാണ്, ഉറക്കം വരാത്തതിന് അണ്ടർലൈയിങ് കോസാണ് എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം, മനസ്സിലായല്ലോ? പിന്നെ വിഡ്രോവൽ ഓഫ് കറൻറ്റ് മെഡിക്കേഷൻസ് ഈഫ് എനി, അതായത് പിന്നെ ട്രീറ്റ്മെൻറ്റിൻ്റെ എന്താണെന്ന് വെച്ചാൽ അവരെന്തെങ്കിലും മരുന്ന് കഴിച്ചുകൊണ്ട് അതിൻ്റെ ഒരു കോംപ്ലിക്കേഷനായിട്ടാണ് ഈ ഉറക്കമില്ലായ്മ വരുന്നതെങ്കിൽ ആ മരുന്നിൻ്റെ റെഗുലറൈസ് ചെയ്യുകയോ ഡിസ്കണ്ടിന്യൂ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അതാണ് പറയുന്നത് വിഡ്രോവൽ ഓഫ് കറൻറ്റ് മെഡിക്കേഷൻസ് ഈഫ് എനി. ചിലപ്പോൾ അയാൾ അബ്യൂസ് ആയിട്ട് എടുത്ത് ഉപയോഗിക്കുന്ന ചില ഡ്രഗ്സ് ആയിരിക്കും അബ്യൂസ്. ഇപ്പോൾ ഞാൻ ആംഫിറ്റമിൻസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ സ്റ്റിമുലൻസും മോഡലിവേറ്റേഴ്സും ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളത് കഴിച്ചാൽ നല്ലതാണെന്നൊക്കെ ആരെങ്കിലുമൊക്കെ പിയേഴ്സൊക്കെ പറഞ്ഞു കൊടുത്ത് ചില അഡോളസൻ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് അങ്ങനെയുള്ള ഡ്രഗൊക്കെ കഴിക്കുന്നവരുണ്ടാകും, മനസ്സിലായോ? അപ്പോൾ അങ്ങനെ പണ്ടൊരിക്കൽ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഈ മെഡിസൊക്കെ എടുത്താൽ ഇങ്ങനെ നമ്മൾ പ്ലെയിനിൽ പറന്ന് നടക്കുന്ന പോലെ തോന്നുമെന്നൊക്കെ. അങ്ങനെ അതുകൊണ്ടാണ് ഞാനത് എടുക്കുന്ന മാഡം എന്നൊരിക്കൽ ഒരു പേഷ്യൻ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ വിഡ്രോവൽ ഓഫ് സ്റ്റിമുലൻറ്റോ എന്തെങ്കിലും അബ്യൂസിന് ഉപയോഗിക്കുന്ന ഡ്രഗ്സോ അത് എൻ്റെ ഇൻടേക്ക് നിർത്തുക. അതാണ് വിഡ്രോവൽ ഓഫ് കറൻറ്റ് മെഡിക്കേഷൻസ് ഇഫ് എനി എന്ന് പറഞ്ഞത്. പിന്നെ ട്രാൻസിയൻറ്റ് ഇൻസോംനിയ ഈസ് ട്രീറ്റഡ് വിത്ത് ഹിപ്നോട്ടിക്സ്, അതായത് താൽക്കാലികമായിട്ടുള്ള ഇൻസോംനിയയൊക്കെ ഹിപ്നോട്ടിക്സ് എന്ന് പറയുന്ന ഡ്രഗ്സ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്നു. പിന്നെ ഇത് കൂടാതെ ഡ്രഗ് ഉപയോഗിക്കാതെ തന്നെ ട്രീറ്റ്മെൻറ്റ് നടത്താനുള്ള സാഹചര്യങ്ങളുണ്ട് സ്ലീപ്പിന്. അതായത് യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രോഗ്രസീവ് റിലാക്സേഷൻ, അതായത് ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഓട്ടോ സജഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഒരു വ്യക്തി അയാളുടെ മനസ്സിൻ്റെ കമാൻഡ് കൊണ്ട് തന്നെ അയാളെ സ്ലീപ്പിന് അടിമപ്പെടുത്തുന്ന ഒരു മെക്കാനിസമാണ്. അതായത് എനിക്ക് ഉറങ്ങാൻ കഴിയും, എനിക്ക് ഇന്ന് രാത്രി ഉറങ്ങാൻ കഴിയും, ഇന്ന് എനിക്ക് ഉറക്കമില്ലായ്മ വരത്തില്ല, ഞാൻ നന്നായിട്ട് ഇന്ന് ഉറങ്ങുമെന്ന് ആ വ്യക്തി അയാളുടെ മനസ്സിലോട് തന്നെ പറഞ്ഞ് ബോധിപ്പിക്കുമ്പം ആ കോൺസെപ്റ്റ് മനസ്സിലങ്ങ് അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ അയാൾ ഉറങ്ങുമെന്നാണ് പറയുന്നത്. അതാണ് ഈ ഓട്ടോ സജഷൻ. നമ്മൾ ഈ ഹിപ്നോട്ടിസത്തിൽ എന്താ ചെയ്യുന്നത്, ഒരു വ്യക്തി വേറൊരാളുടെ മനസ്സിലേക്ക് ചില കാര്യങ്ങൾ അബ്രിയേഷൻ തെറാപ്പിയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത്. അതായത് അയാളൊരു ചില അൺവാണ്ടഡ് തോട്ടൊക്കെ ഉള്ള മനുഷ്യരുടെ ആ തോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്യുക ഒരു വ്യക്തി എന്നൊക്കെ പറയാറുണ്ട്. അതിനകത്ത് ഒരു ഓതറൈസ്ഡ് പേഴ്സൺ, ഒന്നുമില്ലൊരു സൈക്യാട്രിസ്റ്റോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അങ്ങനെയുള്ള ഒരാൾ അയാളെ സൈക്കോ അനാലിസിസ് നടത്തിയിട്ട് അയാളുടെ ഉള്ള അബ്നോർമൽ ഫീലിങ്സൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ അതും സജഷൻ കൊടുത്തിട്ട് ഒരു പ്രത്യേക സ്ലീപ്പ് അവസ്ഥയിൽ എത്തിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ മനസ്സിനെ ഓപ്പൺ ചെയ്ത് നോക്കുകയൊക്കെയാണ് ചെയ്യുന്നത് എന്നാ പറയുന്നത്. അതിനകത്തും എന്താ പറയുന്നത്, അതിനകത്ത് നമ്മൾ സജഷൻ ആ പേഷ്യൻറ്റിന് കൊടുക്കുന്നത്. അതായത് എന്നിട്ട് ആ ഡോക്ടർ എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചിട്ട് അത് മാറ്റാൻ വേണ്ടി, അങ്ങനെയല്ല നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത ശരിയല്ല, നിങ്ങൾ വിചാരിക്കുന്നത് അബ്നോർമൽ ശരിയായിട്ടുള്ളൊരു കാരണമല്ല, അത് മാറ്റണമെന്നും പറഞ്ഞ് സ്ട്രോങ് സജഷൻ പേഷ്യൻറ്റിന് കൊടുക്കും ഡോക്ടേഴ്സ്. അത് നമ്മൾ ഹിപ്നോട്ടിസം ചെയ്യുന്ന. അതുപോലെ തന്നെ ഒരു വ്യക്തി അയാളുടെ മനസ്സിലേക്ക് തന്നെ ചില കാര്യങ്ങൾ ചില കോൺസെപ്റ്റ് സ്ട്രോങ് ആക്കി എടുക്കാൻ വേണ്ടി സ്വന്തമായിട്ട് തന്നെ മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുന്നതിനാണ് ഓട്ടോ സജഷൻ എന്ന് പറയുന്നത്.
മനസ്സിലായി? ഇപ്പോൾ തന്നെ അതിന് എക്സാമ്പിൾ ഇവിടെ ഉറക്കമില്ലാത്ത ഒരാൾ സ്വന്തമായിട്ട് തന്നെ നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഒക്കെ ഇരുന്നിട്ട് ഫേവറബിളായിട്ടുള്ള ഉറങ്ങാനുള്ള ഒരു എൻവയൺമെൻ്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പേഷ്യൻറ്റിന് പറയാം, എനിക്കിന്ന് ഉറങ്ങാൻ പറ്റും, കാരണം ഞാനിന്ന് വെരി ഹാപ്പിയാണ്, ഞാൻ ഇന്ന് കുളിച്ച് എനിക്കിന്ന് പ്രശ്നങ്ങളൊന്നുമില്ല, സോ ഐ വിൽ ബി ഏബിൾ ടു സ്ലീപ്പ് ടുഡേ വിതൗട്ട് പ്രോബ്ലം എന്ന് പല പ്രാവശ്യം ആ പേഷ്യൻറ്റിനോട് തന്നെ അങ്ങ് പറയുക. അപ്പോൾ അയാൾ പറഞ്ഞ് മനസ്സിനെ അങ്ങ് കോംപ്രമൈസ് ആക്കുകയാണ് ചെയ്യുന്നത്. ഉറക്കം എനിക്ക് പ്രശ്നം ആകത്തില്ല, ഞാൻ ഉറങ്ങുമെന്ന് തന്നെ, എനിക്ക് ഇന്ന് ഉറക്കം ഒരു പ്രശ്നം ആകത്തില്ല എന്നുള്ളൊരു തോന്നൽ തന്നെ ഉണ്ടാക്കിയെടുക്കുക. അതാണ് ഇറ്റ് ഈസ് എ മെക്കാനിസം വിച്ച് ഈസ് കോൾഡ് ഓട്ടോ സജഷൻ. അതൊരു വ്യക്തിയോട് മനസ്സിനോട് തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്ന. പിന്നെ സ്റ്റിമുലസ് കൺട്രോൾ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ് ഉറക്കം കിട്ടാതെ എന്തെങ്കിലും സ്റ്റിമുലസ് ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, ഈവനിങ്ങിൽ ബിവറേജസ് ഒക്കെ എടുക്കുക, ചായ കാപ്പി അതൊക്കെ കുടിക്കുന്നത് ഒഴിവാക്കുക. അതാണ് സ്റ്റിമുലസ് കൺട്രോൾ തെറാപ്പി. ഓക്കെ, അപ്പം ഇനി സ്ലീപ്പ് ഹൈജീൻ മെഷേഴ്സ് ഉണ്ട്. സ്ലീപ്പ് ഹൈജീൻ മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഒരു വ്യക്തിക്ക് ഒരുക്കുന്നതിനാണ് നമ്മൾ സ്ലീപ്പ് ഹൈജീൻ മെഷേഴ്സ് എന്ന് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ റെഗുലർ ഡെയിലി ഫിസിക്കൽ എക്സസൈസ് ഇൻ ദ ഈവനിങ്, പിന്നെ അത് കഴിഞ്ഞ് അവോയ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക് ആൻഡ് ഹെവി മീൽസ് ജസ്റ്റ് ബിഫോർ ബെഡ് ടൈം. അതായത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒത്തിരി ഹെവി മീൽ എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒത്തിരി ഫ്ലൂയിഡ് കഴിക്കാതിരിക്കുക, ഇങ്ങനെയുള്ള സാധനം. പിന്നെ അവോയ്ഡ് കഫീൻ ഇൻടേക്ക് സച്ച് ആസ് ടീ, കോഫി, കോള ഡ്രിങ്ക്സ് ബിഫോർ സ്ലീപ്പിംഗ് അവേഴ്സ്. അതായത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് കൊക്കക്കോള പോലുള്ളത്, കോഫി, ടീ ഇതൊന്നും കഴിക്കാതിരിക്കുക. പിന്നെ അവോയ്ഡ് റീഡിങ് ഓർ വാച്ചിങ് ടെലിവിഷൻ വൈൽ ഇൻ ബെഡിലിരിക്കുമ്പോൾ ടി വി അല്ലെങ്കിൽ അതുപോലെ പുസ്തകം വായിക്കുക, ഇതൊന്നും നല്ലതല്ല, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. പിന്നെ എൻകറേജ് ബാക്ക് റബ്, വാം മിൽക്ക് ആൻഡ് റിലാക്സേഷൻ എക്സസൈസ് ആൻഡ് സ്ലീപ്പ് ഇൻ എ കംഫർട്ടബിൾ എൻവയൺമെൻറ്റ്. അതായത് ഉറങ്ങുന്ന ആ ഒരു സ്ലീപ്പിംഗ് എൻവയൺമെൻറ്റ് വളരെ കംഫർട്ടബിൾ ആകണം. അതായത് ചിലർക്ക് ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്ന് കിടന്നുറങ്ങാൻ പറ്റില്ല, അതുപോലെ കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കണം, ഒത്തിരി ശബ്ദമുള്ള ആയിരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ പിന്നെ ഒരു ഗ്ലാസ് വാം മിൽക്ക് എന്നും കുടിക്കുന്നത് സ്ലീപ്പിനെ ഇൻഡ്യൂസ് ചെയ്യും. പിന്നെ റിലാക്സേഷൻ എക്സസൈസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് പരിശീലിക്കുക. ഇത്രയാണ് സ്ലീപ്പ് ഹൈജീനിൽ മെയിൻലി ഉള്ളത്. അപ്പം നമ്മൾ ഇൻസോംനിയ എന്താണെന്ന് പറഞ്ഞു, അതിനകത്തുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ കാരണങ്ങളും ട്രീറ്റ്മെൻറ്റും അതിൻ്റെ മാനേജ്മെൻറ്റും പഠിച്ചു. ഇനി ഹൈപ്പർസോംനിയാണ്. ഹൈപ്പർസോംനിയ എന്ന് പറഞ്ഞാൽ ഇറ്റ് മീൻസ് എ ഡിസോർഡർ ഓഫ് എക്സസീവ് സോംനലൻസ്. ഒരുപാട് ഉറങ്ങുന്ന അവസ്ഥയ്ക്കാണ് ഹൈപ്പർസോംനിയ എന്ന് പറയുന്നത്. അതായത് നോർമലി ഉറങ്ങുന്നതിലും കൂടുതലായിട്ട് ഉറങ്ങുക. ഇപ്പോൾ 6 to 8 hours, അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും അവരുടെ പ്രായത്തിനനുസരിച്ച് ഇത്ര മണിക്കൂർ ഉറങ്ങണം എന്നുള്ള ഒരു സ്ലീപ്പ് റിക്വയർമെൻ്റ് ഉണ്ട്. അതിനെ കവച്ച് ഒരുപാട് ഉറങ്ങുന്നതിനാണ് നമ്മൾ ഹൈപ്പർസോംനിയ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ്, സ്ലീപ്പ് അറ്റാക്ക് ഡ്യൂറിങ് ഡേ ടൈം ആൻഡ് സ്ലീപ്പ് ഡ്രങ്കൺനെസ്. ഇത് മൂന്നുമാണ് ഹൈപ്പർസോംനിയയുടെ പ്രത്യേകതകൾ. അതായത് ക്യാരക്ടറൈസ്ഡ് ബൈ എക്സസീവ് ഡേ ടൈം സ്ലീപ്പിനെസ്, അതായത് ഡേ ടൈമിൽ ഒത്തിരി ഉറക്കം തൂങ്ങിയിരിക്കുക, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ ഉറക്കം തൂങ്ങി നടക്കുന്ന ഒരവസ്ഥ. പിന്നെ സ്ലീപ്പ് അറ്റാക്ക് ഡ്യൂറിങ് ഡേ ടൈം, അതായത് ഒരിക്കൽ അങ്ങ് ഒരു ഉറങ്ങണം എന്നുള്ളൊരവസ്ഥ വന്നാൽ കിടന്നങ്ങ് ഉറങ്ങും, അത് പിന്നെ എപ്പോഴാണ് എഴുന്നേക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല, അങ്ങനത്തെ ഒരവസ്ഥ. പിന്നെ ഒന്ന് സ്ലീപ്പ് ഡ്രങ്കൺനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറക്കം ഉണന്നാൽ പോലും അയാൾ ഇങ്ങനെ ഉറക്കപ്പിച്ചോടെ നടക്കുക, നല്ല പോലെ ബോധം തെളിഞ്ഞു ഒരാൾ പ്രോപ്പർലി ഉറങ്ങി എഴുന്നേക്കുന്ന പോലെ ഒരു അവസ്ഥയിലല്ല, പകരം ഇങ്ങനെ ഹാഫ് സ്ലീപ്പ് എന്നുള്ള കാര്യത്തിൽ നടക്കുക, ഉറക്കം തൂങ്ങി ഉറക്കപ്പിച്ചോടെ നടക്കുക. നമ്മൾ പറയാറുണ്ട് ഉറക്കപ്പിച്ചാണെന്നൊക്കെ പറഞ്ഞിട്ട്, അതാണ് സ്ലീപ്പ് ഡ്രങ്കൺനെസ്. അപ്പോൾ ഇതാണ് ഹൈപ്പർസോംനിയ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതകൾ. അതായത് അയാൾ നമ്മൾ 8 hours ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരാൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വളരെ അലർട്ടാണ്, നോർമലി ബിഹേവ് ചെയ്യും. പക്ഷേ ഇവിടെ ആ വ്യക്തി അങ്ങനല്ല. അയാൾ ഡേ ടൈം സ്ലീപ്പ് ഉറക്കത്തിൻ്റെ ഡ്യൂറേഷൻ കൂടുതലാണ്. പിന്നെ ഡേ ടൈമിൽ സ്ലീപ്പ് അറ്റാക്ക് ഉണ്ടാകുക, അതായത് ഉറങ്ങണമെന്ന് അങ്ങ് തോന്നിക്കഴിഞ്ഞാൽ കിടന്നുറങ്ങുക, പിന്നെ എപ്പോഴേലും എഴുന്നേൽക്കുക, ഒരുപാട് ഡ്യൂറേഷൻ കിടന്നുറങ്ങുക. പിന്നെ ഉറങ്ങിയാൽ തന്നെ ഈ ഹാഫ് സ്ലീപ്പ് മൈൻഡോടെ നടക്കുക. അതാണ് സ്ലീപ്പ് ഡ്രങ്കഡ്നെസ് എന്ന് പറയും. ഓക്കെ, ഇതിൻ്റെ കോസസ് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് മെയിൻലി ഉള്ള കോസസ് 1 നാർക്കോലെപ്സി, 2 സ്ലീപ്പ് അപ്നിയ, 3ാമത്തത് ഒരു കണ്ടീഷനുണ്ട് ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന് പറയും. ഈ 3 കാരണങ്ങളാണ് ഹൈപ്പർസോംനിയയ്ക്കുള്ളത്. നാർക്കോലെപ്സി, സ്ലീപ്പ് പാരാലിസിസ്, സ്ലീപ്പ് അപ്നിയ ആൻഡ് ക്ലീൻ ലെവിൻ സിൻഡ്രോം. ഇതിനകത്ത് നാർക്കോലെപ്സി എന്താണെന്ന് വെച്ചാൽ എക്സസീവ് ഡേ ടൈം സ്ലീപ്പീനെസ് ക്യാരക്ടറൈസ്ഡ് ബൈ സ്ലീപ്പ് അറ്റാക്ക്,
അത് മുമ്പേ പറഞ്ഞല്ലോ, സ്ലീപ്പ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊരു ഉറങ്ങാനുള്ള ഒരു ടെംപ്റ്റേഷൻ വന്നിട്ട് കിടന്നുറങ്ങുക, അതാണ് സ്ലീപ്പ് അറ്റാക്ക്. പിന്നെ കാറ്റാപ്ലെക്സി എന്ന് പറഞ്ഞാൽ സഡൻ ലോസ് ഓഫ് ജനറലൈസ്ഡ് മസിൽ ടോൺ വിച്ച് മേ ലീഡ് ടു സ്ലീപ്പ്. അതായത് ഹോൾ ബോഡിക്കൊരു ബോഡിയുടെ മസിലിനൊരു ജനറലൈസ്ഡ് ലോസ് ഓഫ് ടോൺ തോന്നുക. അതായത് ശരീരത്തിന് ആകമാനം ഒരു സ്ട്രെങ്ത് ഇല്ലാത്ത പോലെയുള്ള, മസിലിന് സ്ട്രെങ്ത് ഇല്ലാത്ത പോലെ, മസിലിന് ടോൺ ഇല്ലാത്ത പോലെ ഒരു അവസ്ഥ വന്ന് തോന്നുക, നമ്മൾ തളരുന്ന പോലൊക്കെ തോന്നുക, എന്നിട്ട് പിന്നെ പേഷ്യൻ്റ് കിടന്നുറങ്ങുക. അതാണ് പറയുന്നത് കാറ്റാപ്ലെക്സി. പിന്നെ സ്ലീപ്പ് പാരാലിസിസ്. ദിസ് ഒക്കേഴ്സ് ഐദർ അറ്റ് അവേക്കനിങ് ടൈം ഓർ അറ്റ് സ്ലീപ്പ് ഓൺസെറ്റ്. ദ പേഴ്സൺ ഈസ് കോൺഷ്യസ് ബട്ട് അൺഎബിൾ ടു മൂവ് ദ ബോഡി. അതാണ് സ്ലീപ്പ് പാരാലിസിസ്. അതായത് ഇത് ഉണ്ടാകുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒന്നുകിൽ അത് ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഉറങ്ങാൻ തുടങ്ങുന്ന അവസ്ഥയിലോ ആണ് ആ വ്യക്തി ഈ സ്ലീപ്പ് പാരാലിസിസ് ഉണ്ടാകുന്നത്. അയാൾ സ്ലീപ്പ് പാരാലിസിസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ കണ്ടീഷൻ ഇൻ വിച്ച് ദ പേഷ്യൻ്റ് ഈസ് ഫുള്ളി കോൺഷ്യസ്, പക്ഷേ പേഷ്യൻറ്റിന് ശരീരം അനങ്ങാൻ പറ്റുന്നില്ല. അത് സംഭവിക്കുന്നത് ഒന്നിൽ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തോ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്തോ ആണ്. അതാണ് സ്ലീപ്പ് പാരാലിസിസ്. അതും ഈ പറയുന്ന നാർക്കോലെപ്സിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത് മൂന്നുമാണ് നാർക്കോലെപ്സിയുടെ പ്രത്യേകത. ഒന്ന് ഞാൻ പറഞ്ഞ സ്ലീപ്പ് അറ്റാക്ക്, കാറ്റാപ്ലെക്സി ആസ് വെൽ ആസ് സ്ലീപ്പ് പാരാലിസിസ്. ഇത് മൂന്നും നാർക്കോലെപ്സിയിലുണ്ടാകും. അപ്പോൾ നാർക്കോലെപ്സി എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കോസ് ഓഫ് ഹൈപ്പർസോമിനിയ. മനസ്സിലായോ? പിന്നൊന്ന് സ്ലീപ്പ് അപ്നിയ, ദാറ്റ് ഈസ് റിപ്പീറ്റഡ് എപ്പിസോഡ് ഓഫ് അപ്നിയ ഡ്യൂറിങ് സ്ലീപ്പ്. അതായത് പേഷ്യൻ്റ് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇടയ്ക്ക് അപ്നിയ ഉണ്ടാകുക, ആബ്സെൻസ് ഓഫ് ബ്രീത്തിങ്, അപ്നിയ ഉണ്ടാകുന്ന അവസ്ഥ, അതാണ് സ്ലീപ്പ് അപ്നിയ. പിന്നെ ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പീരിയോഡിക് എപ്പിസോഡ് ഓഫ് ഹൈപ്പർസോംനിയ. അതായത് ഒരു വ്യക്തിക്ക് ഫ്രീക്വൻ്റ് ആയിട്ട് ഹൈപ്പർസോംനിയ ഉണ്ടാകുന്ന ഒരു കണ്ടീഷനാണ് ഈ ക്ലീൻ ലെവിൻ സിൻഡ്രോം എന്ന് പറയുന്നത്. അപ്പോൾ ഇതും ഹൈപ്പർസോംനിയയുടെ ഒരു കോസാണ്. ഓക്കെ, സോ വി മെയിൻലി ടോൾഡ് 3 കോസസ് ഓഫ് ഹൈപ്പർസോംനിയ. നാർക്കോലെപ്സി അതെന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ സ്ലീപ്പ് അപ്നിയാണ് വേറൊരു കാരണം. മൂന്നാമത്തെ കാരണമാണ് ക്ലീൻ ലെവിൻ സിൻഡ്രോം. ഓക്കെ, പിന്നെ മൂന്നാമത്തെ കണ്ടീഷനാണ് ഡിസോർഡർ ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ. അതിനകത്ത് ആദ്യം നമ്മളത് ക്ലാസിഫൈ ചെയ്തപ്പോൾ അതിനകത്ത് ആ വേർഡ് തെറ്റായിട്ട് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ അത് ശരിയാണ്. ഡിസോർഡർ ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ, അതായത് ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും കാണിക്കുന്ന സമയത്ത് കാണിക്കുന്ന ചില അബ്നോർമാലിറ്റി, അല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുന്നതിനും ഉറങ്ങി എഴുന്നേൽക്കുന്നതിനും ആ ശീലത്തിൽ കാണിക്കുന്ന അബ്നോർമാലിറ്റിയാണ് ഡിസോർഡർ ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അതായത് എ സ്ലീപ്പ് ഡിസോർഡർ ഇൻ വിച്ച് ദ പേഴ്സൺ ഈസ് നോട്ട് ഏബിൾ ടു സ്ലീപ്പ് വെൻ ഹി ഓർ ഷീ വിഷസ് ടു സ്ലീപ്പ്. അതായത് ഒരു വ്യക്തിക്ക് അയാൾക്ക് ഉറങ്ങണമെന്ന് തോന്നുന്ന അവസ്ഥയിൽ അയാൾക്ക് ഉറങ്ങാൻ കഴിയാതിരിക്കുന്ന ഒരവസ്ഥ, അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആൻഡ് അതേസമയം അല്ലാത്ത അവസ്ഥയിൽ അയാൾക്ക് ഉറങ്ങണ്ടെന്ന് തോന്നിയിരിക്കുമ്പോൾ അയാൾക്ക് ഉറങ്ങാൻ പറ്റും, പക്ഷെ ഉറങ്ങണമെന്ന് തോന്നുന്ന സമയത്ത് ഉറങ്ങാൻ കഴിയുന്നില്ല. ദാറ്റ് ഈസ് വാട്ട് ഈസ് നോൺ ആസ് ഡിസോർഡർ സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ. മനസ്സിലായോ? അതുകൊണ്ട് അയാൾക്ക് ആക്യുറേറ്റ് സ്ലീപ്പ് കിട്ടത്തില്ല. ഓക്കെ, അതിൻ്റെ കോസസ് എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ വർക്ക് ഷിഫ്റ്റ്, അതായത് ചിലപ്പോൾ ഉണ്ടല്ലോ ചിലരൊക്കെ നഴ്സസ് അല്ലെങ്കിൽ ചില ഡ്രൈവേഴ്സ്, അവർക്കൊക്കെ നൈറ്റ് ടൈമിലൊക്കെ ജോലി ചെയ്യണം. അപ്പോൾ അവരുടെ ആ ഒരു സ്ലീപ്പിംഗ് ഷെഡ്യൂള് നേരെ തിരിച്ചാകുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നേരത്തെ കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവർ ആക്റ്റീവായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്നിട്ട് ഡേ ടൈമിൽ വന്ന് കിടന്ന് ഉറങ്ങുന്നു. അപ്പോൾ അവർക്കൊരു റിവേഴ്സൽ ഓഫ് സ്ലീപ്പ് പാറ്റേൺ വന്നു. അങ്ങനെയുള്ളവർക്ക് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഡിസോർഡർ ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ ഉണ്ടാകാം. പിന്നെ അൺസ്റ്റേബിൾ സ്ലീപ്പ് ഫേസസ്, അതായത് സ്ലീപ്പിനൊക്കെ പല ഫേസസ് ഉണ്ട്. ആ ഫേസസിന് അൺയൂഷ്വൽ ഇൻസ്റ്റെബിലിറ്റി വന്നാലും ഈ പറയുന്ന കാരണം ഉണ്ടാകാം. ഓക്കെ, ഡിസോർഡർ സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെയാണ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂളിൻ്റെ കോസസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ 3 തരം സ്ലീപ്പ് ഡിസോർഡർ പഠിച്ചു: ഇൻസോമിനിയ, ഹൈപ്പർസോമിനിയ ആൻഡ് ഡിസോർഡർ ഓഫ് സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ. ഓക്കെ, മൂന്നാമത്തത്. പിന്നെ ഇനിയുള്ളത് രണ്ടാമത്തെ കാറ്റഗറി സബ് ഗ്രൂപ്പാണ് പാരാസോംനിയാസ്. ആദ്യം ഞാൻ പറഞ്ഞല്ലോ സ്ലീപ്പിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്, ഒന്ന് ഡിസോമിനിയ, രണ്ടാമത്തേത് പാരാസോംനിയ അല്ലേ. പാരാസോംനിയ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പാരാസോംനിയസ് ആർ ഡിസോർഡർ ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ് ബട്ട് ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഇൻസോമിനിയ ഓർ എക്സസീവ് സ്ലീപ്പിനെസ്. അതായത് ഇതിനകത്ത് പേഷ്യൻറ്റിന് എക്സസീവ് സ്ലീപ്പിനെസ്സോ അല്ലെങ്കിൽ ഹൈപ്പർസോംനിയായോ അല്ലെങ്കിൽ ഇൻസോംനിയായോ ഒന്നുമില്ല. പകരം പേഷ്യൻറ്റിന് കാണിക്കുന്നത് ഡിസോർഡർ ഓഫ് ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ്, സ്ലീപ്പിൻ്റെ സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ അവസ്ഥയിൽ ചില അബ്നോർമാലിറ്റി കാണിക്കുന്നതിനാണ് പാരാസോമിയ എന്ന് പറയുന്നത്. അല്ലാതെ അവർക്ക് ഉറക്കക്കുറവോ കൂടുതൽ ഉറങ്ങുന്ന ടെൻഡൻസിയോ അല്ല ഇവിടുത്തെ പ്രത്യേകത. മറ്റേതിനകത്ത് എന്താ, ഒന്നിൽ ഇൻസോമിയ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉറങ്ങുന്നില്ല,
പല പല കാരണങ്ങൾ കൊണ്ട്. ഹൈപ്പർസോംനിയ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉറങ്ങുന്നു, അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതിലും എഴുന്നേൽക്കുന്നതിലും വരുന്ന ആ ഡ്യൂറേഷനിൽ വരുന്ന ചില അപാകതകൾ കൊണ്ട് ഉറക്കത്തെ അഫക്റ്റ് ചെയ്യുന്നു. അത് മൂന്നും കഴിഞ്ഞ് ഇതിപ്പോൾ പാരസോംനിയയിൽ ഈ കൂടുതൽ ഉറങ്ങുന്നെന്നോ കുറച്ച് ഉറങ്ങുന്നെന്നോ എഴുന്നേൽക്കുന്നതിലും കിടക്കുന്നതിലും അബ്നോർമാലിറ്റി വരുന്നോ ഇതൊന്നും അല്ല ഇവിടുത്തെ പ്രത്യേകത. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരുടെ ആ ഉറക്ക സമയത്ത് ആ ഡ്യൂറേഷൻ ഓഫ് സ്ലീപ്പിൽ പേഷ്യൻ്റ് കാണിക്കുന്ന ചില അബ്നോർമാലിറ്റീസിനാണ് നമ്മൾ പാരാസോംനിയാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതിനകത്ത് സോ ദാറ്റ് ഈസ് വൈ പാരാസോംനിയാസ് ആർ ഡിസോർഡർ ദാറ്റ് ഒക്കർ ഡ്യൂറിങ് സ്ലീപ്പ് ബട്ട് ദാറ്റ് ഡു നോട്ട് പ്രൊഡ്യൂസ് ഇൻസോംനിയ ഓർ എക്സസീവ് സ്ലീപ്പിനെസ്. അതായത് ഹൈപ്പർസോംനിയയോ ഇൻസോംനിയയോ ഇവിടെ ഇല്ല പേഷ്യൻറ്റിന്. പകരം ഉറങ്ങുന്ന സമയത്ത് പേഷ്യൻറ്റിൽ അബ്നോർമൽ ബിഹേവിയറൊക്കെ കാണിക്കുക. അതിനകത്ത് മെയിൻലി ഉള്ളതാണ് സ്ലീപ്പ് വോക്കിംഗ്, നൈറ്റ് മേഴ്സ്, നൈറ്റ് ടെറേഴ്സ്, ബ്രൂക്സിസം ആൻഡ് സ്ലീപ്പ് ടോക്കിംഗ്. മനസ്സിലായോ? ഇതാണ് മെയിൻലി. അതായത് ഇതെല്ലാം സ്ലീപ്പ് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ സംഭവിക്കുന്ന ചില അബ്നോർമാലിറ്റീസ് ആണ്. അതുകൊണ്ടാണ് സ്ലീപ്പ് വോക്കിംഗ്, നൈറ്റ് മേഴ്സ്, നൈറ്റ് ടെറേഴ്സ്, ബ്രൂക്സിസം ആൻഡ് സ്ലീപ്പ് ടോക്കിംഗ്. ഇനി നമുക്ക് എന്താണ് ഈ സ്ലീപ്പ് വോക്കിംഗ്? അതിനുള്ള വേറൊരു പേരാണ് സോമനാംബുലിസം എന്ന് പറയും. സോമനാംബുലിസം. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ഇൻ വിച്ച് എ ഫിനോമിന ഓഫ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് ആർ കമ്പൈൻഡ്. അതായത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഉറക്കമില്ലാത്ത അവസ്ഥയും കൂടെ ഒന്നിച്ച് കമ്പൈൻഡ് ആയിട്ടുള്ള വരുന്ന ഒരു ഫിനോമിനയാണ് ഈ പറയുന്ന സ്ലീപ്പ് വോക്കിംഗ് അല്ലെങ്കിൽ സോംനാംബുലിസം. അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് അറിയാമോ? ഒന്നാമത് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാകുമ്പോൾ പേഷ്യൻറ്റ് നല്ല ബോധം കാണത്തില്ല. അപ്പം നമുക്ക് പറയാം ഫുള്ളി എവേക്കല്ല പേഴ്സണ്, പകുതി ഉറക്കത്തിലാണ് അല്ലേ. അതേസമയം പേഷ്യൻറ്റ് നടക്കുന്നുണ്ട്, പകുതി ഉറങ്ങിക്കൊണ്ട് പേഷ്യൻറ്റ് നടക്കുകയും കൂടെ ചെയ്യുന്നു. നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, കുറച്ച് അവെയർനെസ് ഉള്ളവർക്കല്ലേ നടക്കാൻ പറ്റൂ, അല്ല ഫുള്ളി ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളിന് നടക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ദിസ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ് ഇൻ വിച്ച് എ ഫിനോമിന ഓഫ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് ആർ കമ്പൈൻഡ് എന്ന്. അതായത് ഉറക്കവും കുറച്ചുണ്ട് ഉറക്കമില്ലായ്മയും കൂടെ ചേരുന്ന ഒരു മെക്കാനിസമാണ് ഈ പറയുന്ന സോംനാംബുലിസത്തിൽ ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ഓൾട്ടേർഡ് കോൺഷ്യസ്നെസ്. അതായത് ഈ പറയുന്ന ആൾ എഴുന്നേറ്റ് നടക്കുമ്പോൾ അയാൾക്ക് നല്ല ബോധമില്ല, അപ്പോൾ നമുക്ക് പറയാം അയാൾക്ക് കുറച്ച് പകുതി ഉറക്കമുണ്ട്. ഇൻ വിച്ച് ദ ഫിനോമിന ഓഫ് സ്ലീപ്പ് ആൻഡ് വേക്ക്ഫുൾനെസ് ഈസ് കമ്പൈൻഡ്. വേക്ക്ഫുൾനെസ് ആയതുകൊണ്ടാണല്ലോ അയാൾ നടക്കുന്നത് അല്ലേ. ഈ ഇതിൻ്റെ പേര് തന്നെ സ്ലീപ്പ് വോക്കിംഗ് എന്നല്ലേ. അപ്പോൾ അതിനകത്ത് അയാൾ ഉറങ്ങുന്നത് കുറച്ച് ബോധമുള്ള, അല്ലാതെ നടക്കുന്നത് കുറച്ച് ബോധം ഉള്ളത് കൊണ്ടാണ്. അറ്റ് ദ സെയിം ടൈം അയാൾക്ക് നല്ല ബോധമില്ലാത്തതുകൊണ്ട് പല പല കാര്യങ്ങളും പകുതി ഒരു അലേർട്ട് പേഴ്സൺ ചെയ്യുന്ന പോലെ അയാൾ ചെയ്യത്തില്ല, പകുതി ഉറക്കത്തിലാണ് ചെയ്യുന്നത് ഈ നടക്കുന്നത് പോലും. അതാണ് സോംനാംബുലിസം. ഓക്കെ, സോ ദ എപ്പിസോഡ് യൂഷ്വലി ഒക്കേഴ്സ് ബിറ്റ്വീൻ 30 and 200 minutes ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് സ്ലീപ്പ്. അതായത് ഉറങ്ങാൻ കിടന്ന് ഒരു 30 മിനിറ്റും അല്ലെങ്കിൽ ഒരു 200 മിനിറ്റും ഇടയ്ക്കുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഇറ്റ് ഒക്കേഴ്സ് ഇൻ എ പീരീഡ് ബിറ്റ്വീൻ 30 and 200 minutes after the onset of sleep and it lasts from few minutes to about half an hour. ഈ പറയുന്ന ആക്ടിവിറ്റി ഒരു ഫ്യൂ മിനിറ്റ്സും അല്ലെങ്കിൽ ഒരു മാക്സിമം ഹാഫ് ആൻ അവർ വരെ ഈ പറയുന്ന ആക്ടിവിറ്റി നടക്കത്തുള്ളൂ. ഈ പറയുന്ന അബ്നോർമാലിറ്റി ഇൻ സ്ലീപ്പ് പേഷ്യൻ്റ് കാണിക്കുന്ന ഈ സോംനാംബുലിസം എന്ന് പറയുന്നത് ഇത്രയും ഷോർട്ട് ഡ്യൂറേഷനിലാണ് പേഷ്യൻ്റ് ചെയ്യുന്നത്. അതായത് സംഭവിക്കുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ ഒരു ഉറക്കം വന്ന് 30 മിനിറ്റിനും 200 മിനിറ്റും ഇടയ്ക്കുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. തന്നെയല്ല, അങ്ങനെ സംഭവിച്ചാൽ തന്നെ അത് ലാസ്റ്റ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ബിറ്റ്വീൻ ഫ്യൂ മിനിറ്റ്സ് ആൻഡ് ഹാഫ് ആൻ അവർ. മനസ്സിലായോ? ആ ഒരു ആക്ടിവിറ്റി നടക്കുന്ന ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ അതായത് ഫ്യൂ മിനിറ്റ്സിന് ഒരു ഹാഫ് ആൻ അവറിൻ്റെ അപ്പുറം അത് പോകത്തില്ല. ഓക്കെ, പിന്നെ അതിൻ്റെ ക്ലിനിക്കൽ പിക്ചർ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഡ്യൂറിങ് എ ടിപ്പിക്കൽ എപ്പിസോഡ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ പേഷ്യൻ്റ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ദ ഇൻഡിവിജ്വൽ എറൈസസ് ഫ്രം ദ ബെഡ്, കിടന്നുറങ്ങുന്നിടത്തുനിന്ന് എഴുന്നേക്കും, ആൻഡ് വാക്സ് അബൌട്ട് ഷോയിങ് ലോ ലെവൽസ് ഓഫ് അവെയർനെസ്. അയാൾ എഴുന്നേറ്റ് നടക്കും, പക്ഷെ അന്നേരം അയാൾക്ക് നല്ല ബോധമില്ല, ലോ ലെവൽ ഓഫ് അവെയർനെസ്സേ ഉള്ളൂ. റിയാക്ടിവിറ്റി ആൻഡ് മോട്ടോർ സ്കിൽ, അതായത് അയാൾ റിയാക്ടിവിറ്റി കാണിക്കും, മോട്ടോർ സ്കിൽ കാണിക്കുന്നത് വെച്ചാൽ മൂവ് ചെയ്യും, നടക്കുന്നത് മൂവ്മെൻ്റ് ആണല്ലോ, മൂവ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം അയാൾക്ക് പകുതി ബോധമുണ്ട്, അവെയർനെസ്സിനുണ്ട്. എന്തിനെ പറ്റിയാണ്? സ്ഥലകാല ബോധവും അല്ലെങ്കിൽ ഒരു ഹാഫ് അവെയർനെസ് എൻവയോൺമെൻറ്റിനെ പറ്റിയും സ്ഥലകാല ബോധമൊക്കെ അയാൾക്ക് ഉണ്ടാവും. അതാണ് പറയുന്നത് ഡ്യൂറിങ് എ ടിപ്പിക്കൽ എപ്പിസോഡ് ദ ഇൻഡിവിജ്വൽ എറൈസസ് ഫ്രം ദ ബെഡ് ആൻഡ് വാക്സ്. അതുകൊണ്ടാണല്ലോ സ്ലീപ്പ് വാക്ക് എന്ന് പറഞ്ഞാൽ അയാൾ നടക്കും ഉറക്കച്ചടവോടെ. ആൻഡ് ഷോ ലോ ലെവൽസ് ഓഫ് അവെയർനെസ്,
reactivity to environment and motor skills. He may act as dressing, eating, going to the bathroom, opening the door, and sometimes leaves the bedroom and sometimes may walk out of the house. ഇത്രയും കാര്യങ്ങൾ ഈ അരമണിക്കൂർ സമയമുണ്ട്. ഇത്രയും സമയം കൊണ്ട് ഇയാൾ ഇതൊക്കെ ചെയ്യാം വേണമെങ്കിൽ. അതായത് അതിനുള്ള ഹാഫ് ബോധം കയ്യിലുണ്ട്. എന്നുവെച്ചാൽ ഹീ മേ സജസ് ഡ്രസ്സ് ചെയ്യാം, വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, ബാത്റൂമിൽ പോകാം, പിന്നെ ഡോറൊക്കെ ഓപ്പൺ ചെയ്തിട്ട് ഈവൻ ബെഡ്റൂമിൽ നിന്ന് വെളിയിലിറങ്ങി ഈവൻ വീടിന് വെളിയിലും പോകാം. ഹാഫ് ആൻ അവർ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അയാൾക്ക് ചെയ്യാം. ഹൗസ് ആൻഡ് ദസ് എക്സ്പോസ് ടു കൺസിഡറബിൾ റിസ്ക് ഓഫ് ഇഞ്ചുറി ഡ്യൂറിങ് ദ എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഈ പേഷ്യൻ്റ് പോകുന്ന ഈ സംഭവം നടക്കുന്ന അവസ്ഥയിൽ റോഡിൽ ഇറങ്ങിയെന്നിരിക്കട്ടെ, വീടിൻ്റെ മുൻപിൽ തന്നെ റോഡുള്ള ട്രാഫിക്കൊക്കെ ഉള്ള ഒരു റോഡിൽ കൂടെ ആണ് അയാൾ റോഡിൽ ഇറങ്ങി റോഡിൻ്റെ നടുക്കൂടെ അങ്ങ് നടക്കും. അപ്പോൾ അയാൾക്ക് ഫുള്ളി അവേക്കല്ല, അയാൾ ഹാഫ് സ്ലീപ്പിലുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരാളിന് കാർ ആക്സിഡൻറ്റോ റോഡ് ട്രാഫിക് ആക്സിഡൻറ്റോ ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അല്ലേ. പിന്നെ തന്നെയല്ല, അയാൾ നടന്നു പോകുന്ന വഴിയിൽ ഒരു വലിയ കുഴിയോ വലിയ ഗർത്തോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാൾക്ക് കെയർ എടുക്കാൻ പറ്റുന്നില്ല, അതിനകത്ത് മറിഞ്ഞു വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക്, സോംനാംബുലിസം നടത്തുന്നവർക്ക്, ദേ ആർ ഹൈലി എക്സ്പോസ് ടു റിസ്ക് ഓർ ഇഞ്ചുറി ഓർ ആക്സിഡൻറ്റ്സ്. അതാണ് ഇതിൻ്റെ ഒരു അഡ്വേഴ്സ് ഇഫക്റ്റ്. അതായത് പേഷ്യന് നല്ല ബോധമില്ല, പേഷ്യന് ഹാഫ് ആൻ അവർ കൊണ്ട് ചില കാര്യങ്ങൾ ഒരു ഫുൾ അവയർനെസ് ഇല്ലാതെ ഹാഫ് അവയർനെസ്സോടെ ഉറക്കച്ചടവോടെ കാണിക്കുകയാണ്. മനസ്സിലായോ? അതാണ്. പക്ഷേ പേഷ്യന് മൂവ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് പേഷ്യൻ്റ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഒരു പക്ഷേ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ എടുത്തിടാം, അത് കഴിഞ്ഞ് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാം, അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോകാം, പിന്നെ കതവ് തുറന്ന് വെളിയിലിറങ്ങാം, അതുപോലെ തന്നെ വീടിന് വെളിയിലും ഇറങ്ങി പേഷ്യൻ്റ് നടക്കാനും ഉള്ള കപ്പാസിറ്റി ഉണ്ട്. ഈവൻ ദോ ഇറ്റ് ഇസ് ഡൺ നോട്ട് വിത്ത് ഫുൾ അവയർനെസ്. അതാണ് സോംനാംബുലിസത്തിൻ്റെ പ്രത്യേകത. ഓക്കെ. പേഷ്യൻ്റ് മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കറക്ഷൻ ഓഫ് ഫാക്ടേഴ്സ് ഡിസ്റ്റർബിങ് ദ സൗണ്ട്നെസ് ഓഫ് സ്ലീപ്പ്. അതായത് പേഷ്യൻറ്റിന് എന്താണ് ഈ ഉറക്കത്തിന് അബ്നോർമാലിറ്റി വരാനുള്ളതിൻ്റെ കാരണം. നമ്മൾ ഒരുപാട് കാരണങ്ങൾ കണ്ടല്ലോ ഇൻസോമിനിയായിട്ട്. അതിലെന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അത് ട്രീറ്റ് ചെയ്യണം. എൻ്റെ ട്രീറ്റ്മെൻറ്റ് സൈക്കാട്രിക് ട്രീറ്റ്മെൻറ്റ് ആകാം, അല്ലെങ്കിൽ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്തും ആകാം. എനിവേ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. പിന്നെ പേരൻ്റൽ എഡ്യൂക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഈ കുട്ടികളായാലും വലിയവരാണെങ്കിലും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവർക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള എപ്പിസോഡ്സ് പലപ്പോഴും ഉണ്ടായിട്ടുള്ള ആൾക്കാരെ പേരൻസിന് വെൽ അവെയർനെസ് കൊടുക്കണം. അവരെ ഇങ്ങനെയുള്ള സ്ലീപ്പ് പ്രോബ്ലം കാണിക്കുന്നത് പ്രത്യേകിച്ചും രാത്രിയിൽ അവരെ പ്രത്യേകിച്ചും നിരീക്ഷിക്കണം. അവർ കിടന്നുറങ്ങുന്ന ഡോറ് വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവർ ഇങ്ങനെ എഴുന്നേറ്റ് പോകാൻ സാധ്യതയുള്ളവരാണെങ്കിൽ വീട്ടിലുള്ള മറ്റ് അംഗങ്ങളോ അല്ലെങ്കിൽ അച്ഛനോ അമ്മയ്ക്കോ ഒക്കെ കൂടുതൽ കെയർ എടുക്കണം. ഒരു പക്ഷേ അങ്ങനെ വെളിയിൽ ഇറങ്ങി പോകാനുള്ള സാധ്യതയുള്ളവരാണ് വെളിയിൽ നിന്ന് ഡോറ് വെളിയിൽ നിന്ന് ലോക്ക് ചെയ്യാമല്ലോ. മനസ്സിലായോ? അങ്ങനെയുള്ള പ്രിക്കോഷണറി മെഷേഴ്സ് ഫാമിലി മെമ്പേഴ്സ് കാണിക്കണം, ഇങ്ങനെയുള്ള അബ്നോർമൽ സ്ലീപ്പ് പാറ്റേൺ കാണിക്കുന്നവർക്ക്. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് സ്ലീപ്പ് ഡിസ്റ്റർബൻസ്. എത്ര നേരം സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ആണ് അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് അണ്ടർലൈനിങ് സൈക്കാട്രിക് ഓർ ഫിസിക്കൽ പ്രോബ്ലം. ആ അണ്ടർലൈനിങ് സൈക്കാട്രിക് ഓർ ഫിസിക്കൽ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. മനസ്സിലായി? ഇതൊരു സിംറ്റം മാത്രമാണ് പേഷ്യൻ്റ് കാണിക്കുന്നത്. അപ്പോൾ രോഗത്തിൻ്റെ സിംറ്റത്തെ ട്രീറ്റ് ചെയ്താൽ പോരല്ലോ, എക്ടിയോളജിക്കൽ ഫാക്ടർ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യണം. ഓക്കെ. ഇനി അടുത്തത് നൈറ്റ് മെയർസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതും സ്ലീപ്പിൻ്റെ സമയത്ത് നടക്കുന്ന അബ്നോർമാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പാരാഫീലിയ എന്ന് പറയുന്നത്. ഡ്രീം എക്സ്പീരിയൻസസ് ഓൾ റിലേറ്റഡ് ടു ആങ്സൈറ്റി ഓർ ഫിയർ ഓഫ് വിച്ച് ദ ഇൻഡിവിജ്വൽ ഹാസ് വെരി ഡീറ്റെയിൽഡ് റീകോൾ. അതായത് പേഷ്യൻ്റ് ചില ഡ്രീം കാണുക, അതായത് ചില സ്വപ്നങ്ങൾ കണ്ടിട്ട് വിച്ച് മേ ബി റിലേറ്റഡ് ടു ആങ്സൈറ്റി ഓർ ഫിയർ, അതായത് ദുസ്വപ്നങ്ങൾ കാണുക. അതാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ഡ്രീം എക്സ്പീരിയൻസസ് റിലേറ്റഡ് ടു ആങ്സൈറ്റി ഓർ ഫിയർ എന്ന് പറഞ്ഞാൽ ദുസ്വപ്നങ്ങളാണ്. വിച്ച് ദ ഇൻഡിവിജ്വൽ ഹാസ് വെരി ഡീറ്റെയിൽഡ് റീകോൾ. അതായത് ഈ സ്വപ്നങ്ങൾ കണ്ടതിനെ ശരിക്ക് ഓർത്തെടുക്കാൻ പേഷ്യന് കഴിയും. മനസ്സിലായോ? അതായത് ആങ്സൈറ്റി റിലേറ്റഡ് ആൻഡ് ഫിയർ റിലേറ്റഡ് സ്വപ്നങ്ങളാണ് പേഷ്യൻ്റ് കാണുന്നത്, പക്ഷേ പേഷ്യന് ശരിക്കും അത് ഓർത്തെടുക്കാനും കഴിയും. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം നമ്മൾ സാധാരണ സ്വപ്നമൊക്കെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കണമെന്നൊന്നുമില്ല. ചിലപ്പോൾ ഓർത്തെന്നിരിക്കും, ചിലപ്പോൾ ഓർക്കത്തില്ല, ഫുൾ ഡീറ്റെയിൽസ് ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഇതിനകത്ത് അങ്ങനെയല്ല, പേഷ്യൻറ്റിന് ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്വപ്നം ഓർത്തെടുക്കാൻ കഴിയും. പിന്നെ ദ ഡ്രീം എക്സ്പീരിയൻസ് ആർ എക്സ്ട്രീംലി വിവിഡ് എന്ന് വെച്ചാൽ വളരെ ക്ലിയർ ആയിട്ടുള്ള സ്വപ്നങ്ങളാണ് കാണുന്നത്. ആൻഡ് യൂഷ്വലി ഇൻക്ലൂഡ് തീംസ് ഓഫ് ത്രെറ്റ് ടു സെക്യൂരിറ്റി, സെൽഫ് എക്സ്റ്റീം ആൻഡ് സർവൈവൽ. അതായത് പേഷ്യൻറ്റിന് സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ പേഷ്യൻ്റ് ആത്മാഭിമാനം അല്ലെങ്കിൽ പേഷ്യൻ്റ് സർവൈവൽ, ഇതിനെയൊക്കെ ത്രെട്ടായിട്ടുള്ള തീംസ് ഉള്ള സ്വപ്നങ്ങളായിരിക്കും പേഷ്യൻ്റ് കാണുന്നത്.
ഓക്കെ, അതാണ് അതിന് ദുസ്വപ്നങ്ങൾ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ സംടൈംസ് ദർ ഈസ് റെക്കറൻസ് ഓഫ് സെയിം ഓർ സിമിലർ ഫ്രൈറ്റനിങ് തീംസ് ഇൻ ഡ്രീംസ്. അതായത് ചിലപ്പോൾ പേഷ്യൻ്റ് ഒരു ദിവസം കണ്ടിട്ട് നെക്സ്റ്റ് ഡേയിലും ഇതേ സ്വപ്നം തന്നെ കാണാം. അതാണ് ദർ ഈസ് റെക്കറൻസ് ഓഫ് സെയിം ഓർ സിമിലർ ഫ്രൈറ്റനിങ് തീംസ് ഇൻ ദ ഡ്രീം. പിന്നെ നൈറ്റ് മെയർസ് ഒക്കർ ഇൻ ടൈംസ് ഓഫ് ഇമോഷണൽ ടെർമോയിൽ. അതായത് പേഷ്യൻ്റ് ഇങ്ങനെയുള്ള സ്വപ്നം കാണുന്നത് മാനസികമായിട്ട് സമാധാനമുള്ള അവസ്ഥയിലല്ലാതെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, അങ്ങനെയുള്ളവരെ നമ്മൾ സിറ്റുവേഷൻ നമ്മൾ പറയുന്ന പേരാണ് ടൈംസ് ഓഫ് ഇമോഷണൽ ടെർമോയിൽ. മനസ്സമാധാനമില്ലാത്ത എന്തെങ്കിലും ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്ന മാനസികമായിട്ട് നോർമൽ അല്ലാത്ത അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഇങ്ങനത്തെ സ്വപ്നം കൂടുതൽ കാണുന്നത്. when they are exposed to some emotional turmoil. പിന്നെ some drugs such as റിസർപ്പിൻ, പ്രൊപ്പനോൾ ആൻഡ് ആൻറ്റിഡിപ്രസൻറ്റ് ക്യാൻ ഓൾസോ ലീഡ് ടു ഇൻക്രീസ്ഡ് നൈറ്റ്മെയർ. അതായത് ചില ഡ്രഗ്സ് അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടും ഈ പറയുന്ന നൈറ്റ്മെയർ ഉണ്ടാക്കാം. അതിലെ ഡ്രഗ്സ് മെയിൻലി ഉള്ളതാണ് റിസർപ്പിൻ. റിസർപ്പിൻ എന്ന് പറഞ്ഞാൽ ഏത് ഗ്രൂപ്പാണ്? നമ്മൾ ഹൈപ്പർ ടെൻഷനൊക്കെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സർപ്പാസിൽ എന്ന് പറഞ്ഞൊരു ഡ്രഗ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും അത് ഉപയോഗിക്കപ്പെടുന്നില്ല. പക്ഷേ ആദ്യമൊക്കെ കൊടുത്തിരുന്ന ഒരു ഡ്രഗാണ് ആൻറ്റി ഹൈപ്പർടെൻസീവ, റിസർപ്പിൻ ഓർ സർപ്പാസിൽ. അത് പിന്നെ പ്രൊപ്പനോൾ, അത് ആ പ്രൊപ്പനോൾ ഗ്രൂപ്പിൽ ഒത്തിരി ഡ്രഗ് ഉണ്ടല്ലോ, ആൻറ്റി ഡിപ്രസൻറ്റ്. ഈ ഡ്രഗ്സ് ചിലതൊക്കെ ഇങ്ങനെയുള്ള നൈറ്റ്മെയർസ് സൈഡ് ഇഫക്റ്റ് ആയിട്ടുണ്ടാക്കാം. അതാണ് നൈറ്റ്മെയർസ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ സൈക്കോതെറാപ്പി, സപ്പോർട്ട് ഫ്രം ദ ഫാമിലി. അതായത് ഇതിൻ്റെയും എക്സാക്ട് കോസ് കണ്ടുപിടിക്കണം. ഇപ്പോൾ ഒരു പേഴ്സൺ ഒത്തിരി സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്, അല്ലെങ്കിൽ ഈ വാസ് കൺഫ്രണ്ടിങ് സം ഇമോഷണൽ ടെർമോയിൽ, അങ്ങനെയുള്ളവർക്ക് മാനസികമായിട്ടുള്ള സപ്പോർട്ടും അവർക്ക് ഇമോഷണൽ സപ്പോർട്ടും ഒക്കെ വീട്ടിലുള്ളവർ കൊടുക്കണം. പിന്നെ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് അത് ട്രീറ്റ്മെൻറ്റ് ഈസ് ഡൺ ബൈ ദ സൈക്യാട്രിസ്റ്റ് ഓർ ദി ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. അവരൊക്കെ ഇത് ചെയ്യും. കാര്യം എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ് അറ്റാക്ക് ഇത് ഉണ്ടാകുവാണെങ്കിൽ അവരെ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ദേ ക്യാൻ ഗിവ് സൈക്കോതെറാപ്പി. പിന്നെ ജനറൽ വിഡ്രോവൽ ഓഫ് ഇൻഡ്യൂസിങ് ഡ്രഗ്സ്. അതായത് ഏതെങ്കിലും ഡ്രഗിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടായി ഇത് ഉണ്ടാകുന്നതെങ്കിൽ ആ ഡ്രഗ് ചിലപ്പോൾ മാറ്റി കൊടുക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഡോസിനകത്ത് വ്യത്യാസം വരുത്തുകയോ ഒക്കെ ഡോക്ടേഴ്സ് ചെയ്യാറുണ്ട്. അതാണ് ജനറൽ വിഡ്രോവൽ ഓഫ് ദി ഡ്രഗ് വിച്ച് ഈസ് ഇൻഡ്യൂസിങ് ദിസ് സിറ്റുവേഷൻ. ഓക്കെ, അതാണ് അതിൻ്റെ മാനേജ്മെൻറ്റ്. ഇനി നമുക്ക് അടുത്തത് നൈറ്റ് ടെറർ. അത് വേറൊരു തരം പാരസോംനിയാണ്. അതിനകത്ത് അതിന് പറയുന്ന വേറൊരു പേരാണ് പേവർ നൊക്ടേണസ് എന്ന് പറയും. അതായത് ദിസ് ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ റിപ്പീറ്റഡ് എപ്പിസോഡ് ഓഫ് അബ്രപ്റ്റ് വേക്കിംഗ് ഫ്രം സ്ലീപ്പ് വിത്ത് എ പാനിക്കി സ്ക്രീം. അതായത് കിടന്നുറങ്ങുന്ന പേഷ്യൻ്റ് അലച്ചു കൂവിയോ അലറിക്കൊണ്ട് എഴുന്നേറ്റ് വരുന്ന ഒരവസ്ഥയാണ് ഇതിനകത്ത് നൈറ്റ് ടെററിൽ ഉണ്ടാകുന്നത്. ആദ്യമേ പേഷ്യൻ്റ് അങ്ങനെ കാണിക്കുന്നത്. പിൻ എപ്പിസോഡ്സ് യൂഷ്വലി ഒക്കർ ബിറ്റ്വീൻ 20 to 200 minutes ആഫ്റ്റർ ദ ഓൺസെറ്റ് ഓഫ് സ്ലീപ്പ് ആൻഡ് ലാസ്റ്റ് ഫോർ 1 to 10 minutes. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ അറ്റാക്കും ഒരു ഉറങ്ങാൻ കിടന്ന് ഉറക്കം വന്ന് ഒരു 30 തൊട്ട് 200 മിനിറ്റിനും ഇടയ്ക്കുള്ള സമയത്താണ് ഇത് സംഭവിക്കുന്നത്. എന്നിട്ട് ഈ ഒരു എപ്പിസോഡ് ഒരു 10 മിനിറ്റ് നേരം ലാസ്റ്റ് ചെയ്യുക. മറ്റേതിനകത്ത് നമ്മൾ പറഞ്ഞാൽ ഹാഫ് ആൻ അവർ വരെ ലാസ്റ്റ് ചെയ്യാമെന്ന്, അതുകൊണ്ടല്ലേ പേഷ്യൻ്റ് വെളിയിൽ ഇറങ്ങി പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ഇതിനകത്ത് ഒരു 10 മിനിറ്റ് ഡ്യൂറേഷനെ ഇതിന് സാധാരണ നൈറ്റ് ടെററിന് കാണിക്കാറുള്ളൂ. എന്തോ കണ്ട് പേടിച്ച പോലെ അലറി കൂവി പേഷ്യൻ്റ് ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുക. എന്നിട്ട് ദ വിക്ടിം ഈസ് നോട്ട് ഏബിൾ ടു റീകോൾ ദ ഡ്രീം. മനസ്സിലായോ? പക്ഷേ ഇതിനകത്ത് കാണുന്ന ഡ്രീം എന്താണെന്ന് പേഷ്യൻറ്റിന് റീകോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മറ്റേതും ഇതും തമ്മിലുള്ള ഒരു ഡിസ്റ്റിങ്വിഷിങ് ഫാക്ടറാണ്. അതായത് നൈറ്റ് മെയറും നൈറ്റ് ടെററും തമ്മിലുള്ള പേവേഴ്സ് നൊക്ടേണസും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മറ്റേതിന് പേഷ്യൻറ്റിന് എല്ലാം ഓർത്തെടുക്കാൻ പറ്റും. ഡ്രീംസ് നല്ലപോലെ വിവിഡായിട്ട് പേഷ്യൻറ്റിന് വിവരിച്ച് പറയാൻ ഞാൻ ഇന്ന സ്വപ്നമാണ് കണ്ടതെന്ന് ഒരാളിനോട് പറയാൻ പറ്റും. പക്ഷേ ഇതിനകത്ത് അത് പറ്റത്തില്ല. അതാണ് വിക്ടിം ഈസ് നോട്ട് ഏബിൾ ടു റീകോൾ ദ ഡ്രീം എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് നൈറ്റ് ടെററിലെ ഒരു പ്രത്യേകത. ഇത് തമ്മിലുള്ള വ്യത്യാസം അതാണ്. ഓക്കെ, ഇനിയും ഇതിൻ്റെ മാനേജ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. റീഅഷ്യൂറിങ് ദ പേഷ്യൻ്റ് ആൻഡ് ദ ഫാമിലി. അതായത് ഇതിനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോകണം. സൈക്കാട്രിസ്റ്റോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ ഒക്കെ അതിന് വേണ്ട മാനേജ്മെൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ അടുത്തതാണ് ബ്രൂക്സിസം എന്ന് പറഞ്ഞാൽ ടീത്ത് ഗ്രൈൻഡിങ്. അതായത് ചില ആൾക്കാരുണ്ട് ഉറക്കത്തിൽ കിടന്ന് പല്ല് ഞറുമുക എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. മനസ്സിലായോ? അത് വളരെ ഇൻറ്റൻസ് ആയിട്ട് ചെയ്തിട്ട് ചിലപ്പോൾ പല്ലിനൊക്കെ കുഴപ്പങ്ങൾ സംഭവിക്കുന്ന പോലെയൊക്കെ ചില പേഷ്യൻ്റ് കാണിക്കും. ദിസ് ഈസ് ഓൾസോ പാരസോംനിയ. ഓക്കെ, അപ്പോൾ അതിനകത്ത് ഇറ്റ് റെഫേഴ്സ് ടു ഗ്രൈൻഡിങ് ഓഫ് ടീത്ത് ഡ്യൂറിങ് സ്ലീപ്പ് ആൻഡ് മേ ലീഡ് ടു ഡെൻ്റൽ ഡാമേജ്. ദെൻ മേ ബി അസോസിയേറ്റഡ് വിത്ത് ഇൻക്രീസ്ഡ് ബോഡി മൂവ്മെൻറ്റ് ആൻഡ് ഹാർട്ട് റേറ്റ്സ്. അതായത് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പേഷ്യൻ്റ് റിപ്പീറ്റഡ് ആയിട്ട് ബോഡി മൂവ്മെൻറ്റ് എന്തെങ്കിലും കാണിക്കും. അതുപോലെ ഹാർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യാം. പിന്നെ ഇറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഏക്കിംഗ് ജോസ് ഇൻ ദ മോർണിംഗ്. അതായത് ഇത്രയും ശക്തിയായിട്ട് കടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ചിലപ്പം പേഷ്യൻ്റ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ
നല്ല ജോ പെയിനും ഒക്കെ ആയിരിക്കും. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ. ഓക്കെ, ടീത്ത് ഗ്രൈൻഡിങ് ഓർ ബ്രൂക്സിസം. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സൈക്കോളജിക്കൽ ഫാക്ടർ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം. അതുകൂടാതെ തന്നെ റിപ്പീറ്റഡായിട്ട് ഇത് ഉണ്ടാകുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അവർക്ക് പ്രൊട്ടക്ഷൻ വിത്ത് ടീത്ത് ഗാർഡ്, അതായത് ഈ പല്ല് പൊട്ടിപ്പോകാതിരിക്കാനും പല്ലിന് ഡാമേജ് സംഭവിക്കാതിരിക്കാനും ഒക്കെ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഉണ്ടാകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവർക്ക് ടീത്ത് ഗാർഡൊക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഓക്കെ, അതാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ്. അപ്പം നമ്മളിപ്പം എന്താ സ്ലീപ്പ് ഡിസോർഡറിനകത്ത് ഒത്തിരി പഠിച്ചു. അതിനകത്ത് മെയിൻലി നമ്മൾ ഡിസോമിനിയാസും പാരാസോമിനിയാസും ആണ് മെയിൻലി പഠിച്ചത്. ഓക്കെ, അപ്പം ഇതാണ് നമ്മളുടെ ഇന്നത്തെ ടോപ്പിക്ക് സ്ലീപ്പ് ഡിസോർഡർ. ഇതിനകത്ത് നമ്മൾ ഒരു നേഴ്സിംഗ് മാനേജ്മെൻറ്റിനകത്ത് അതായത് എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് കൊടുക്കുന്ന ഇതിനകത്ത് എന്തൊക്കെയാണ് പ്രോബ്ലം പേഷ്യൻ്റ് കൊടുക്കേണ്ടതെന്ന് അല്ലെങ്കിൽ നേഴ്സിംഗ് മാനേജ്മെൻറ്റ് നടത്തേണ്ടതെന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിപ്പിക്കാം. ഓക്കെ.